ഒരു വിശേഷ വിചാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. എന്തെങ്കിലും പാടിയാൽ അത് ക്രിസ്തുവിനെ കുറിച്ചാകണം, എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ കുറിച്ചാകണം. അതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? വേറെ അതും ഇതുമൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിനപ്പുറം നമുക്ക് കേൾക്കുമ്പോൾ ഇമ്പമാകുന്നതും കേൾക്കുമ്പോൾ നമ്മുടെ തുമ്പം മാറുന്നതും നമ്മുടെ അകത്തളം ആത്മിക ശാക്തീകരണത്തിലേക്ക് വരുന്നതും നമ്മുടെ പ്രാണനാഥനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇവിടെ പ്രിയമോൻ പാടിയ പാട്ടുകളിലെല്ലാം തന്നെ നമ്മുടെ തുമ്പം നീക്കുന്ന കർത്താവിനെയും നമ്മളെ ഇമ്പങ്ങളുടെ തീരത്തേക്ക് ആനയിക്കുന്ന കർത്താവിനെയും ഈ പാർത്തലത്തിലെ സമരമുഖങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ നിൽക്കുന്ന കർത്താവിനെയും ഒക്കെ നമ്മൾ ആവർത്തിച്ച വരികളിലൂടെ കേൾക്കുകയായിരുന്നു. ആ കർത്താവിനെക്കുറിച്ചും ആ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലുള്ള വിചാരങ്ങളെ നമുക്ക് ലഭിക്കപ്പെടട്ടെ. 5 വേദഭാഗങ്ങൾ കുറിച്ചെടുത്തുകൊള്ളണം. 5 വേദഭാഗങ്ങൾ വിശേഷിച്ച് വേദവിദ്യാർത്ഥികളോട്, ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട് കുറിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഇത് നിങ്ങളുടെ ഇടവകയ്ക്ക് വിതരണം ചെയ്യണം. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട 5 വേദഭാഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിന് കൊടുക്കാവുന്ന പേര് ഹൈ ക്രിസ്റ്റോളജി എന്നതാണ്. ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. കേട്ടിട്ടുണ്ടോ അങ്ങനെ പ്രയോഗം? ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. പുറത്തു നിൽക്കുന്ന ഒരുപക്ഷെ എല്ലാവർക്കും അത് ബോധ്യമാകണമെന്നില്ല. പക്ഷേ അതിൻ്റെ ലാളിത്യം ഞാൻ പറയാം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വിശകലനം, അതാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങളിൽ ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന അതിപ്രധാനമായ 5 വേദഭാഗങ്ങളുണ്ട്. 5 വേദഭാഗങ്ങളെ വിവരിക്കുന്നില്ല, അതൊന്ന് പറയാം. ആ വേദഭാഗങ്ങളെ കുറിച്ചു കൊണ്ടുപോയിട്ട് സമയം കിട്ടുമ്പോൾ അവയെ ആഴത്തിലൊന്ന് ധ്യാനിക്കാൻ, പ്രാർത്ഥനയോടെ ഒന്ന് അന്വേഷിക്കാൻ, അപഗ്രഥിക്കാൻ ഒക്കെ കഴിയണം നിങ്ങൾക്ക്. ഏതൊക്കെയാണ് ഹൈ ക്രിസ്റ്റോളജി? കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. യൂത്ത്സ്, ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. ഏതൊക്കെയാണ് വാക്യങ്ങൾ? അതിൽ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗമാണ്. യേശു സാധാ മനുഷ്യനല്ല, യേശു സത്യദൈവമാണ്, ജീവനായ ദൈവമാണ്, നിത്യദൈവമാണ് എന്ന വസ്തുത വിശദീകരിക്കുന്ന 18 വാക്യങ്ങളെ ഹൈ ക്രിസ്റ്റോളജി എന്നാണ് പറയുക. സുവിശേഷ ഗ്രന്ഥകാരന്മാരെല്ലാം യേശുവിൻ്റെ ബത്ലഹേമിലുള്ള ജനനം മുതൽ ചരിത്രം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ എന്ന തിയോളജിയൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് ബത്ലഹേമിൽ തുടങ്ങിയതായിട്ടല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ മോശ ഒരാദി ഉപയോഗിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാണ് മോശയുടെ ആദി. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് വെളിയിലിറങ്ങി നിന്നുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ ആകാശവും ഭൂമിയുമല്ല, ആദിയിലെ വചനമുണ്ടായിരുന്നു, ആ വചനം ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിത്യത്വം അങ്ങനെ പറഞ്ഞു തുടങ്ങി 18 വരെയുള്ള വേദഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ നിത്യത്വത്തിൻ്റെ മഹനീയത വിവരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഹൈ ക്രിസ്റ്റോളജി. മറന്നു പോകരുത്, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. 1-ാമത്തെ വാക്യം അതാണ്. യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗം. ഇനി 2-ാമത്തെ വേദഭാഗം ശ്രദ്ധിക്കണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വേദഭാഗമാണ് ഹൈ ക്രിസ്റ്റോളജി. എഫെസ്യ ലേഖനം 1-ന്റെ 20 മുതൽ 23 വരെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, സകല ശക്തിക്കും വാഴ്ചകൾക്കും അധികാരത്തിന് കർത്തൃത്വത്തിന് മീതെയല്ല, അത്യന്തം മീതെ ഇരുത്തുകയും സകലതും അവൻ്റെ കാൽക്കീഴയാക്കി വെച്ച് അവനെ സകലത്തിനും തലയാക്കി ദൈവസഭ എന്ന ശരീരത്തിൻ്റെ തലയാക്കി അവനെ വെച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉന്നതമായ വിജ്ഞാനീയ ഭാഗമാണ് എന്നറിയണം. മരിച്ചതോടുകൂടെ അവസാനിച്ചു എന്നൊരു പറ്റം ആളുകൾ സന്തോഷിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി യേശുവിനെ ഉയർപ്പിച്ചു കൊണ്ടുവന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? മരിച്ച യേശുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, മരണത്തിന് കീഴടങ്ങിപ്പോയ യേശുവിനെ അല്ല നമ്മുടെ പ്രത്യാശ, മരണത്തെ ജയിച്ചടക്കി ഉയർത്ത യേശുവിനെയാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ എന്തിനാ ഇത്ര ആനന്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു ഉയർത്തത് കൊണ്ട് എനിക്കൊരു ഉയർപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും തൻ്റെ പൂണിയിൽ ഒതുക്കിയ മരണത്തോട്, ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ച് ഒരേ ഒരു വല്ലഭൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഉലകമഹാന്മാരെല്ലാം
എല്ലാവരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ മരണത്തെയും പാതാളത്തെയും അതുമായി ബന്ധപ്പെട്ട സമസ്ത ഭൂതപ്രേത പിശാചുക്കളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അതാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ ഹൈ ക്രിസ്റ്റോളജിയാണ്. ഓക്കെ, 3-ാമത്തെ വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗം അത് ഹൈ ക്രിസ്റ്റോളജിയാണ്. പ്രസംഗിച്ച തീരത്തില്ല. ദൈവത്വം മാറ്റിവെച്ചുകൊണ്ട് കേവലം മനുഷ്യനെ ഇറങ്ങി വന്ന കർത്താവ് നമുക്ക് വേണ്ടി മരണം ഏറ്റെടുക്കേണ്ടതിന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന പദപ്രയോഗങ്ങൾ. ഉത്തുംഗ പ്രതാപത്തിലായിരുന്നവൻ താഴേക്ക് ത്യാഗം ചെയ്തിറങ്ങി വന്ന വിവരമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ. 6 മുതൽ 8 വരെ ആ ത്യാഗമാണ്. 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ 2-ാം അധ്യായം 6 മുതൽ 8 വരെ പരിത്യാഗം ചെയ്തവൻ എന്ന് പറഞ്ഞാൽ പരമോന്നത സ്ഥാനത്തു നിന്ന് പരിത്യാഗം ചെയ്തിറങ്ങി വന്നവൻ. 9, 10, 11 3 വാക്യങ്ങളിൽ പരിത്യാഗം ചെയ്ത അവസ്ഥയിൽ നിന്ന് പരമോന്നത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട ക്രിസ്തു. ഇത് രണ്ടും കൂടെ സമം ചേർക്കുമ്പോൾ ഉന്നത ക്രിസ്തു വിജ്ഞാനീയമാണ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹിതമായിരിക്കുന്ന ആ ഉന്നത്യം വെളിപ്പെടുത്തുന്ന വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പം 3 വേദഭാഗങ്ങളായില്ലേ. 4-ാമത്തേതെന്ന് പറയുന്നതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ. കൊലോസ്യ ലേഖനം 1-ന്റെ 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ ഹൈ ക്രിസ്റ്റോളജിയാണ്. 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ ഇന്ന് രാത്രി നമ്മളൊരു യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല, അതിലേക്ക് നമ്മൾ ഇനി വരാൻ പോവുക. അപ്പോൾ അത് ഹൈ ക്രിസ്റ്റോളജിയാണെന്ന് ഓർത്തോണം, ഉന്നത ക്രിസ്തു വിജ്ഞാനീയമാണെന്ന് ഓർത്തോണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ദൈവാത്മാവെന്ന നല്ല അധ്യാപകൻ നിങ്ങൾക്കതിൻ്റെ പൊരുൾ തിരിച്ചു തരാനിടയാകും. ഓക്കെ, അപ്പം 4-ാമത്തെ ഉന്നത ക്രിസ്തു വിജ്ഞാനീയ വേദഭാഗം കിട്ടിയല്ലോ. 5-ാമത്തേതും കൂടെ കേൾക്കണം. 5-ാമത്തെ ഏതാണെന്നറിയാമോ? എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം ഹൈ ക്രിസ്റ്റോളജി. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ. തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായവൻ, സകലത്തെയും വഹിക്കുന്നവൻ, പാപം നീക്കിയവൻ, പിതാവ് മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവൻ, അന്ത്യകാലത്ത് വെളിപ്പാടായ ക്രിസ്തു. എന്ന പ്രയോഗങ്ങളാണെന്നറിയാമോ? എബ്രായ ലേഖനകാരൻ അക്കമിട്ട് അങ്ങോട്ട് നിരത്തുകയാണ് ക്രിസ്തുവിനെ കുറിച്ച്. അതൊക്കെ നിന്ന് പറയാൻ ബ്ലസ്കോവളം ഇന്ന് തീരുകയല്ലേ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ പറയാൻ നേരം ഉണ്ടാകില്ല. ബാലുപ്പാസ് നാളെയും കൂടെ തുടരണം ഈ യോഗം, ഇങ്ങനെ അങ്ങോട്ട് 2, 3, 4, 5 ദിവസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട 5 വേദഭാഗങ്ങളും വിശദീകരിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ യോഗങ്ങളിലും കൂട്ടങ്ങളിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ കേൾക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമായിരിക്കണം. അതാണ് നമ്മുടെ രക്ഷകനെക്കുറിച്ച്, പ്രാണനാഥനെക്കുറിച്ച്, നമ്മുടെ ആത്മനാഥനെക്കുറിച്ച്, നമ്മുടെ ആശയായവൻ, നമ്മുടെ ആവേശമായവൻ, നമ്മുടെ പ്രതീക്ഷയായവൻ, നമ്മുടെ പ്രത്യാശയായവൻ, മരണത്തിനപ്പുറത്തും നമ്മെ തട്ടിവിളിച്ചുണർത്തി ഇമ്പങ്ങളുടെ തീരത്തേക്ക് കൊണ്ടാനയിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ നമുക്ക് സഖിയായി കൂടെ ഇരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ കർത്താവിനെ കുറിച്ച് അങ്ങ് കേൾക്കണം, മതി വരാതെ, കൊതി തീരും വരെ കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ 5 വേദഭാഗങ്ങളെ മുഖവര എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഹൈ ക്രിസ്റ്റോളജിയുടെ ഒരു ഭാഗത്ത് നിന്നൊരു വാക്യം വായിച്ചതുകൊണ്ട് ആ വേദഭാഗങ്ങളെല്ലാം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. കൊലോസ്യ ലേഖനം, യൂത്ത്സ് ശ്രദ്ധിക്കണേ, യൂത്ത്സിന് വേണ്ടി മാത്രം പറയുകയാണ്. ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ലോക ഇമ്പങ്ങളിൽ തട്ടിമുട്ടി വീണ് താണു പോകാതെ, കുഴഞ്ഞു പോകാതെ, വഴുതിപ്പോകാതെ, തളർന്ന് ഉടഞ്ഞ് തകർന്നു പോകാതിരിക്കേണ്ടതിന് കൊലോസ്യ ലേഖനത്തെ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചകത്തിൽ ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറ
പിഴച്ചു പോകാതിരിക്കേണ്ടതിന് ആത്മനിയോഗത്തോടുകൂടെ നൽകിത്തന്ന ഉന്നതമായിരിക്കുന്ന ആത്മീയ ആലോചനകൾ അതിനകത്തൊത്തിരിയുണ്ട്. ലൗകികതകളുടെ ചെളിയിൽ ചവിട്ടി വീണു പോകാതെ, മനസ്സിലാകുന്നു, സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളിലൊന്നും നിങ്ങളുടെ ആത്മീയത പണയപ്പെട്ടു പോകാതെ, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള യാതൊന്നിലും നിങ്ങളുടെ ആത്മീയത പണയപ്പെടാതെ വ്യക്തമായി ശക്തമായി നെഞ്ചുറപ്പോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളേണ്ടതിന് നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ലേഖന ഉപദേശ സത്യങ്ങൾ കൊലോസ്യ ലേഖനം 4 അധ്യായമേ ഉള്ളെങ്കിലും വാരി അങ്ങ് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ശാന്തമായി അതിനെ ധ്യാനിക്കാനിടയാകണം. എനിക്കൊരു നിയോഗം ലഭിക്കപ്പെടുന്നത് കൊണ്ട് ഇന്നിവിടെ കൂടി വന്നിട്ടുള്ള തലമുറയോട്, ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മീക ഉത്തേജനത്തിന് വേണ്ടി കൊലോസ്യ ലേഖനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന 1-2-3 വേദഭാഗങ്ങൾ, 1-2-3 ഭാഗങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിൽ ഒന്നാമത്തേത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിലെ മഹത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുന്നില്ല. പക്ഷേ 2-ാം അധ്യായം തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, യൂത്ത്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന 4 മുന്നറിയിപ്പുകൾ സകല മമ്മിമാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, സകല പപ്പമാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇനി പറയാൻ പോകുന്ന 4 മുന്നറിയിപ്പുകൾ മറക്കല്ലേ. അത് 2-ാം അധ്യായം 4-ാം വാക്യം, 2-ാം അധ്യായം 8-ാം വാക്യം, 2-ാം അധ്യായം 16-ാം വാക്യം, 2-ാം അധ്യായം 18-ാമത് വാക്യം. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ധൃതി പിടിക്കേണ്ട, ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം. വിദേശത്ത് ബാംഗ്ലൂരു, മാംഗ്ലൂരു, പൂനെയിലോ, താനെയിലോ, മുംബൈയിലോ, കൊൽക്കത്തയിലോ, ദില്ലിയിലോ ഒക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ 4 മുന്നറിയിപ്പുകൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞ് കേൾപ്പിക്കണം. ഇന്ന് രാത്രി ഇവിടെ വന്നവരെല്ലാവരും ആ 4 വാക്യങ്ങൾ ഞാൻ ശാന്തമായി എന്ന് പറയാം. എല്ലാ പപ്പമാരും മമ്മിമാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളത് പ്രബോധനമായി കൊടുക്കണം. കാരണം നമ്മുടെ കാലം കഴിഞ്ഞിട്ടും കർത്താവ് വരുന്നില്ലെങ്കിൽ ദൈവസഭയും ബ്ലസ് കോവളവും ഉണ്ടാകണം. അത് നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ കഴിയണം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അവർ തോറ്റുപോകാനിടയാകരുത്. അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അവർ ഒറ്റപ്പെട്ടു പോകരുത്. ക്രിസ്തുവിൽ നിന്ന് അവർ അകന്നു പോകരുത്. വേദപുസ്തകത്തോട് അകന്നു പോകരുത്. ആലയത്തോട് അകന്നു പോകരുത്. ആരാധനയോട് അകന്നു പോകരുത്. അതിനവരറിയേണ്ട 4 മുന്നറിയിപ്പുകൾ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് 4 മുന്നറിയിപ്പുകൾ. 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്കുകൊണ്ട് എന്ത് ചെയ്യപ്പെടരുത്? ചതിക്കപ്പെട്ടു പോകരുത്. ഒറ്റ പെൺകുഞ്ഞും ഒറ്റ ആൺകുഞ്ഞും, ഒരു യുവാവും ഒരു യുവതിയും ചതിക്കപ്പെട്ടു പോകരുത്. ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ചതിക്കരുത്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ചതിക്കരുത്. മനസ്സിലായില്ലേ? ഇടവകാംഗങ്ങൾ ചതിക്കരുത് നിങ്ങളുടെ ശുശ്രൂഷകനെ. ശുശ്രൂഷകൻ ചതിക്കരുത് വിശ്വാസ സമൂഹത്തെ. അയൽവാസിയെ ചതിക്കരുത്. നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നാം അവരെ ചതിക്കുന്നവരായി മാറും. നമ്മൾ ക്രിസ്തുവിൻ്റേതാണെന്ന ബോധ്യത്തിലാണ് അവർ നമ്മോട് ഇടപെടുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവമില്ലാത്തവരാണെങ്കിൽ നമ്മെ പ്രതീക്ഷ അർപ്പിച്ചവരെ നമ്മൾ ചതിക്കുന്നവരായി മാറും. വശീകരണ വാക്കുകൊണ്ട് ആരും നമ്മെ ചതിക്കാനിടയാകരുത്. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സമയം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാമ്പത്തികം ഒന്നും ആരാലും ചതിക്കപ്പെട്ടു പോകാനിടയാകരുത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് ഏറ്റവും വലിയ മുന്നറിയിപ്പ്. ഒരു യൂത്ത് ക്യാമ്പായിരുന്നു നിന്ന് ഞാൻ അങ്ങ് പറഞ്ഞേനെ. ഒത്തിരി ചിന്തകൾ അതുമായി വിശദീകരിക്കാനുണ്ട്. വിട്ടുതരികയാണ് നിങ്ങളുടെ ചിന്തയ്ക്ക്. ഓക്കെ, 2-ാമത്തെ മുന്നറിയിപ്പ് കേട്ടോണേ. 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കണ്ടോ? ആരും നിങ്ങളെ എന്തോ ചെയ്യരുത്? തട്ടിക്കൊണ്ട് പൊക്കളയരുത്. ആരും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ അടർത്തി മാറ്റരുത്. താങ്കളെ ദൈവം നട്ടുപിടിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന വേർപെട്ട സഭാ ഇടത്തു നിന്ന് ആരും നിങ്ങളെ വശീകരിച്ചു കൊണ്ടുപോകരുത്. ആരും നിങ്ങളെ കവർന്ന് അങ്ങോട്ട് കൊണ്ടുപോകരുത്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ പള്ളിയിലോട്ട് പോരെ, ഞങ്ങളുടെ ഇടത്തോട്ട് പോരെ, ഞങ്ങൾ വണ്ടി വിട്ടുതരാം, അങ്ങനെയൊക്കെ കവർന്ന് കളയുന്ന ആടുമോഷണ പ്രിയരുണ്ട്. ആരും നിങ്ങളെ കവർന്ന് കളയരുത്. മാതൃസഭയോട് കൂറുള്ളവരായിട്ട് അവിടെ നിന്നോണം. ഇങ്ങനെ ബ്ലസ് കോവളെന്നോ ആക്കുളം കോവളമെന്നോ തിരുവനന്തപുരം ബ്ലസ് തിരുവനന്തപുരമെന്നോ ഒക്കെ പറഞ്ഞ് യോഗം നടത്തുന്നുണ്ടെങ്കിൽ വേർപെട്ട ഉപദേശമൊക്കെയാണ്, കർത്താവിനെയാണ് പ്രസംഗിക്കുന്നെങ്കിൽ അവിടെ എല്ലാം പൊക്കോണം, കുഴപ്പമില്ല. ബാലുപ്പാസയുടെ വിശ്വാസികൾ മാത്രമല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്ന, എല്ലാ വിശ്വാസികളും വന്നിട്ടില്ലേ? അത് നമ്മുടെ ആത്മീയ കൂട്ടായ്മയാണ്. പക്ഷേ മാതൃസഭയോട് കൂറ് പുലർത്തി അതാതിടങ്ങളിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ആരും നമ്മെ കവർന്ന്
കളയരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ദുരുപദേശത്തിലേക്ക് കവർന്നു പോകരുതാരും. വേദപുസ്തകത്തിൽ ഒരു കുഞ്ഞു വാക്യം കൊണ്ടുപോലും തെളിവ് കൊടുക്കാനാവാത്ത വിധമായ ദുരുപദേശത്തിൻ്റെ ശക്തമായ പ്രളയം, ദുരുപദേശത്തിൻ്റെ ശക്തമായ കാറ്റ്, ദുരുപദേശത്തിൻ്റെ ശക്തമായ വ്യാപാരം ആത്മീയ തലത്തിൽ എല്ലായിടത്തുമുള്ളപ്പോൾ വേദപുസ്തകം എന്തു പറയുന്നു, തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ദൈവം നിർത്തിയെടുത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. ആരാലും കവർന്നു പോകാനിടയാകരുത്. അതാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ്. മൂന്നാമത്തെ മുന്നറിയിപ്പ് കേൾക്കണോ? 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ആരും നിന്നെ വിധിക്കരുത്. കണ്ടോ? ആരും നിന്നെ എന്തോ ചെയ്യരുത്. ഓ, നീയാണോ വിശ്വാസി, നീയാണോ പ്രാർത്ഥനക്കാരി, നീയാണോ പെന്തക്കോസ്തുകാരൻ എന്നൊന്നും പറഞ്ഞ് ആരും നമ്മളെ വിധിക്കരുത്. നമ്മുടെ ഉടയും നടയും, നമ്മുടെ ദാമ്പത്യവും, നമ്മുടെ സാമ്പത്തികവും, നമ്മുടെ ഭക്ഷണ രീതിയും, നമ്മുടെ ഭാഷണ രീതിയും, നമ്മുടെ സാമൂഹ്യ ജീവിതവും, നമ്മുടെ സഭാ ജീവിതവും, നാട്ടിലൂടെ നടന്നു പോകുന്നതും, നാട്ടുകാരുമായി ഇടപെടുന്നതും, കൂട്ടുകാരുമായി ഇടപെടുന്നതും, വീട്ടുകാരുമായി ഇടപെടുന്നതും, വ്യക്തിബന്ധങ്ങളിലെ സുതാര്യത എല്ലാം 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 ആരാലും വിധിക്കപ്പെടാത്ത നിലയിൽ സംശുദ്ധവും സുതാര്യവുമാകണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ആരാലും വിധിക്കപ്പെടാത്ത ഒരാത്മീയത, കറതീർന്ന ഒരാത്മീയത ഉണ്ടാകാൻ കഴിയണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ മുന്നറിയിപ്പ്. നാലാമത്തെ മുന്നറിയിപ്പ് കേട്ടോ, 2:18 വാക്യം, ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ആരും നിങ്ങളുടെ വിരുത് എന്തോ ചെയ്യരുത്. ആ വാക്യം വലിയൊരു വാക്യമാണ്, 18-ാം വാക്യം. അതിൻ്റെ അവസാനം പറയുന്നു, ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാസ്ക് ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ എത്തേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അവിടെ എത്തുന്നതിന് മുൻപ് നമ്മളെ ആരും തറപറ്റിക്കരുത്, ആരും വഴിമാറ്റി വിടരുത്. മുന്നറിയിപ്പുകൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൊലോസ്യ ലേഖനം ഇങ്ങനെ വായിക്കണം, സമയം കിട്ടുന്നതിനനുസരിച്ച്. കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലെ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം, ഇതുവരെ നമ്മൾ നയിച്ച ക്രിസ്തീയ ജീവിതം എങ്ങനെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർവിചാരണയ്ക്ക് നമ്മൾ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തി ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം ഏറ്റവും ഉജ്ജ്വലമായ ലേഖനമാണ്. നാമും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ആന്തരിക രമ്യത ഉറപ്പിക്കാൻ പര്യാപ്തമായ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ആ ലേഖനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 3-4 അധ്യായത്തെക്കുറിച്ച് ദൈവമക്കളാണല്ലോ ഈ മീറ്റിങ്ങിൽ കൂടി വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. രക്ഷാനിർണയം പ്രാപിച്ചവരും സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിച്ചവരും ആത്മനിറവോടുകൂടി അന്യഭാഷ ഭാഷണത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുമായി ദൈവമക്കളാണല്ലോ ഹോള് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കാം. 3-4 അധ്യായങ്ങളിൽ സ്നാനം, സ്നാനാനന്തര ജീവിതം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് പഠിക്കണേ. സ്നാനപ്പെട്ട മാത്രം പോരാ, സ്നാനാനന്തര ജീവിതം എന്താണെന്ന് വ്യക്തമാക്കുന്നത് 3-ാം അധ്യായവും 4-ാം അധ്യായവും. സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ആക്ഷേപരഹിതമാകേണ്ടതിന് അവൾ അറിയേണ്ടതിന് ഒട്ടനവധി ചിന്തകൾ വാരി നിറച്ചിട്ടുണ്ട്. ഞാനതൊന്ന് പറയാം, വായിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹമാകേണ്ടതിന്. 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ആകയാൽ ഉയരത്തിലുള്ളത് എന്തോ ചെയ്യണം? അന്വേഷിക്കണം. ഓക്കെ. 2-ാം വാക്യം പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പം സ്നാനപ്പെട്ടവൻ ഈ ഭൂമിയിലുള്ളത് പരതിക്കൊണ്ട് നടക്കരുത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ശക്തിയേറിയ സൂക്ഷ്മദർശിനിയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. സ്നാനപ്പെട്ടവൻ നിരന്തരം വചനവുമായി ബന്ധപ്പെട്ടിരിക്കണം, കർത്താവിനുള്ളത് ചിന്തിക്കണം. 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കണം. ദുർനടപ്പടക്കമുള്ള സകല ദുർഗുണ ദുശീലങ്ങളെയും നമ്മൾ എന്തോ ചെയ്യണം? മരിപ്പിക്കണം. 8-ാം വാക്യം പറയുന്നു, ഭോഷ് കടക്കമുള്ളത് പറയരുത്. 9-ാം വാക്യം പറയുന്നു, പഴയ മനുഷ്യനെ എന്തോ ചെയ്യണം? സ്നാനപ്പെട്ടവൻ ഉരിഞ്ഞു കളയണം. 10-ാം വാക്യം പറയുന്നു, പുതു മനുഷ്യനെ സ്നാനപ്പെട്ടവൻ എന്തോ ചെയ്യണം? ഉടുത്തോണ്ട് നടക്കണം. 13-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമ്മൾ എല്ലാവരും പരസ്പരം എന്തോ ചെയ്യണം? ക്ഷമിക്കണം. അങ്ങനെ 4-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തിയാൽ സ്നാനപ്പെട്ടവൻ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന അനുഗ്രഹീതമായൊരു കൈപ്പുസ്തകമാണ് കൊലോസ്യ ലേഖനം. എത്ര പേർക്ക് മനസ്സിലായി? വായിക്കുമെന്ന് ഉറപ്പ് തരുന്നവർ എത്ര പേരുണ്ട്? പഠിക്കുമെന്ന് ഉറപ്പ് തരുന്നവർ, കുഞ്ഞുങ്ങളൊക്കെ ഇതിനെ നന്നായിട്ട് അപഗ്രഥിച്ചു കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖവരിയുടെ വാക്കുകൾ ഇവിടെ വിരാമമാകുന്നു. ഇനി നമ്മൾ വായിച്ച വേദഭാഗവുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിനിയുള്ള നേരത്ത് നൽകിത്തരുവാൻ ദൈവാത്മാവ് എനിക്ക് ചേതന തരുന്നത്, എനിക്ക് നിയോഗം തരുന്നത് അനുഗ്രഹീതമായൊരു ധ്യാനമാണ്. അത് ക്രിസ്തുവിൻ്റെ മഹത്വം.
2, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നൊരു വാക്യമാണ് 27, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തു എവിടെ വസിക്കുന്നെന്നാ പറഞ്ഞേ? എവിടെങ്കിലും ഒരു കണ്ണാടിക്കൂട്ടിൽ വസിക്കുന്നെന്നല്ല, എവിടോ ആശ്രമം കെട്ടിയിട്ട് ആശ്രമത്തിൽ കഴിയുന്നെന്നല്ല, എവിടെയോ പാർക്കുന്നു, നമ്മളെല്ലാം കൂടെ തെരഞ്ഞു പിടിച്ച് അവിടെ എത്തണമെന്നല്ല പറയുക. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതന്റെ ഏറ്റവും വലിയ അഭിമാനം അവനിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് കാര്യം? ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വത്തിൻ്റെ, ക്രൈസ്തവീകതയുടെ, ആത്മീകതയുടെ ഏറ്റവും വലിയ അഭിമാനം എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് വസിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ കറുത്തതോ വെളുത്തതോ, അമേരിക്കക്കാരനോ ആഫ്രിക്കക്കാരനോ ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ, ഞാൻ ജാതിയിൽ ഉന്നതനോ താണവനോ, ഞാൻ കുലത്തിൽ വലിയവനോ എളിയവനോ, അതൊന്നും വിഷയമല്ല. കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കഴുകപ്പെട്ട അന്ന് മുതൽ എൻ്റെ അകത്ത് വാസമുറപ്പിക്കുകയാണ് എൻ്റെ കർത്താവ്. അതാണ് എൻ്റെ അഭിമാനം. ഹല്ലേലൂയ. വേറെ ആർക്കും എന്നെ ബോധിച്ചില്ലെങ്കിലും എൻ്റെ അകത്ത് വസിക്കാൻ എൻ്റെ കർത്താവിന് ബോധിച്ചു എന്നെ. അതുകൊണ്ട് വേറെ ആർക്കും ബോധിച്ചില്ലെങ്കിലും എനിക്കത് വിഷയമല്ല. എൻ്റെ അകത്തെൻ്റെ കർത്താവ് വസിക്കുന്നു. അത് സാധാ കർത്താവല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ എൻ്റെ അകത്ത് വസിക്കുന്നു. ആ പ്രാഗൽഭ്യമാണ് നമ്മെ നിർത്തുന്നത്. വെല്ലുവിളികളും പോരുകളും പോരാട്ടങ്ങളും ജീവിത സമരമുഖങ്ങളും അധികമായി നമുക്കെതിരെ ഉണ്ടെന്ന് വന്നാൽ പോലും പതറാത്ത മനസ്സും ഇടറാത്ത പാദങ്ങളുമായി പോർക്കളത്തിൽ കരുത്തോടെ നിൽക്കുന്നതിൻ്റെ കാരണം അമേരിക്കയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടല്ല, റിയാലും ദീർഘവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും കീശയിലുള്ളത് കൊണ്ടല്ല, കോവളത്തോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ നമ്മുടെ സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടിയ ഒത്തിരി ഭൂമിക ഉണ്ടെന്നുള്ളതൊന്നുമല്ല. വിറ്റ ലക്ഷങ്ങൾ കിട്ടുന്ന ഈ ഭൂമി നമ്മുടെ ഈ കോവളത്തോ ഇതിൻ്റെ പരിസരത്തോ സ്വന്തമായിട്ടുണ്ടെന്നുള്ളതൊന്നുമല്ല നമ്മുടെ ധൈര്യം. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിലെ പതിയിരിപ്പുകളുമൊക്കെ നമ്മുടെ തലകുഹിയാൻ, നമ്മുടെ കൂട്ടായ്മ മുടക്കാൻ, നമ്മെ പെരുവഴിയിൽ ഇട്ട് കളയുവാൻ, ഇല്ലാതെയാക്കി കളയാൻ, നമ്മുടെ എല്ലാവിധമായ ആത്മീകതയുടെ മുന്നേറ്റത്തെ തടയുവാൻ കച്ചകെട്ടി നിൽക്കുന്ന പോരിൻ്റെ മുമ്പിലും നെഞ്ചുറപ്പോടെ നിൽക്കുന്ന നമ്മുടെ കമ്മറ്റിയുടെ ബലമൊന്നുമല്ല, എൻ്റെ അകത്തെൻ്റെ കർത്താവ് വസിക്കുന്നു എന്നുള്ള ധൈര്യമാണ്. ആ ധൈര്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. യേശുവിന്റെ അകത്ത് വസിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു പ്രാഗൽഭ്യത്തോടെ നമുക്ക് മുന്നേറാൻ കഴിയണം. നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയാൻ പോവുക. ഞാൻ പറയുന്ന ഓരോ വാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോ. വാക്യം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കരുത്. ആ വാക്യങ്ങളെ ഒന്ന് കുറിച്ചാൽ മതി, മനസ്സിൻ്റെ ചെപ്പിലൊന്ന് കരുതിയാൽ മതി, കോറയിട്ടാൽ മതി. വീട്ടിൽ ചെന്നിട്ടവയെ ആഴത്തിൽ നിങ്ങൾക്ക് വായിക്കാനും ധ്യാനിക്കാനും കഴിയണം. ക്രിസ്തുവിൻ്റെ മഹത്വം എന്തുവാ എന്നുള്ളത് ഓരോ വാക്യങ്ങൾ, അത് 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. എന്നെ വെളിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ചിലരോടെങ്കിലും ഞാൻ പറയാം, ക്രിസ്ത്യാനിത്വത്തോട് ആഭിമുഖ്യമുള്ള പലരും ഉണ്ടാകാം. ഇതിനകത്തോട്ട് അങ്ങോട്ട് ഉൾച്ചേരാൻ മടിയാ. എന്തോ ഇതിനകത്തൊരു ശരിയുണ്ടെന്നറിയാം. ഈ ജനമെല്ലാം കൂടി ഇങ്ങനെ ആവേശത്തോടെ ഹല്ലേലൂയ സ്തോത്രം പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒന്നുണ്ട് ഇതിനകത്തെന്നറിയാം. പക്ഷെ നിൽക്കുന്ന തട്ടകം വിട്ടിങ്ങോട്ട് പോരാൻ എന്തോ ഒരു മടി. ഇതിനകത്ത് വന്ന കള്ളു കുടിക്കാൻ പറ്റത്തില്ല, പുകവലിക്കാൻ പറ്റത്തില്ല, അത് ഇത് തുടരരുത്, പിടിക്കരുത്, എടുക്കരുത്, കഴിക്കരുത്, കുടിക്കരുത്, ആ ടൈപ്പൊന്നും ഉടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളവരോടുകൂടെ കൂട്ടുകൂടാൻ പാടില്ലെന്നൊക്കെയുള്ള അലങ്കനീയ പ്രമാണത്തെ ഭയന്നുകൊണ്ട് നിൽക്കുന്ന തട്ടകം തന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്യണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ഒന്ന് പറയാൻ പോവുക. ആ മഹത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോഴുണ്ടല്ലോ വില കൊടുത്ത് പടി ഇറങ്ങാൻ തയ്യാറായിക്കോണം. നിൽക്കുന്ന തട്ടകം നിന്നെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. നീ ഉപയോഗിക്കുന്ന കള്ളും കഞ്ചാവും, നീ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും, നീ ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടും നിന്റെ ആരോഗ്യത്തെയും നിന്റെ എല്ലാവിധമായിരിക്കുന്ന കരുത്തിനെയും വസൂലാക്കാൻ ശ്രമിക്കുന്ന ചില പോരിൻ്റെ ശക്തികൾ നിന്നെ അവരുടെ പിണിയാളാക്കി മാറ്റിയിട്ട് ഒടുവിൽ ചപ്പിയ ചണ്ടി പോലെ വലിച്ചു പുറത്തേക്ക് കളയും. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം കേട്ടോണം. ഞങ്ങൾ ഉറക്കെ പറയുന്ന ക്രിസ്തുവുമായിട്ടൊരു ആന്തരിക രമ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മരണം വരെയല്ല, മരണത്തിനപ്പുറത്തും നിനക്കൊരു ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ നൽകാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എല്ലാവിധമായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളോടും സകലവിധമായ തിന്മകളോടും സകലവിധമായ
പാപപ്രവർത്തികളോടും നിയമവിരുദ്ധ ലൈംഗികതയോടും കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഏർപ്പാടുകളോടും ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു പ്രിവെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇനിയില്ല എന്ന് ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ചുവട് വയ്ക്കുവാൻ ഈ രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശുവിൻ്റെ മഹത്വം എന്താ കേൾക്കാം നമുക്ക്. 12ാമത് വാക്യത്തിലേക്ക് നോക്കിക്കേ. കൊലോസ്യ ലേഖനം 1:12. ക്രിസ്തുവിൻ്റെ മഹത്വം എന്താ? ക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ പറയുന്നത് നമ്മെ വെളിച്ചത്തിന് അവകാശിയായ ക്രിസ്തു, അവകാശിയാക്കിയ ക്രിസ്തു. ഹല്ലേലൂയ. വെളിച്ചത്തിന് നമ്മൾ എന്തോ ആക്കി? അവകാശിയാക്കി. അപ്പം അതിനു മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നെന്ന് പറ? ഇരുട്ടിലായിരുന്നു. അതാ 13ാം വാക്യം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്. അപ്പം 12ാം വാക്യം ധ്യാനിക്കുന്നതിന് മുമ്പ് 13ാം വാക്യം ധ്യാനിക്കണം. 13ാം വാക്യം പറയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായി പുത്രൻ തൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. അതാണ് 12ാം വാക്യത്തിൽ പറയുന്നത്, നമ്മെ വെളിച്ചത്തിന് അവകാശികളാക്കി. എത്ര ദൈവമക്കൾക്ക് പ്രാഗൽഭ്യമുണ്ട് ഞാൻ വെളിച്ചത്തിലാണെന്നുള്ളത്. ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ഇരുട്ടിലായിരുന്നു മനുഷ്യൻ, അറിയാമോ? ഇരുട്ടിലായിരുന്നു, പാപത്തിൻ്റെ കുറ്റാക്കുറ്റി ഇരുട്ടിലായിരുന്നു മനുഷ്യൻ. ആ ഇരുട്ടിൽ നിന്നവനെ വിടുവിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രകാശങ്ങളൊന്നും, മനുഷ്യൻ കൊളുത്തിവെച്ച പ്രകാശങ്ങളൊന്നും അതിന് പര്യാപ്തമാകാതിരുന്നപ്പോൾ സത്യവെളിച്ചം അങ്ങ് ഉയരത്തിൽ നിന്ന് ഇവിടേക്ക് പ്രകാശിച്ചു. സത്യവെളിച്ചമെന്ന് പറഞ്ഞാൽ ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചം. അത് സകല മനുഷ്യനും പ്രകാശമായി. ആ പ്രകാശം നിന്നുകൊണ്ട് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. മനുഷ്യൻ കത്തിച്ചു വെച്ച കൈത്തിരികളും അവൻ വലിയ ശ്രേഷ്ഠമായ നിലയിൽ കണ്ടതായിരിക്കുന്ന വെളിച്ചങ്ങളൊന്നും അവൻ്റെ പാപത്തിൻ്റെ ഇരുട്ടിനെ മാറ്റാൻ പര്യാപ്തമാകാതെ വന്നു. അപ്പോൾ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി വെളിച്ചമായി വന്ന കർത്താവിനെയാണ് 12ാം വാക്യം പറയുന്നത്. 13ാം വാക്യം പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വെളിച്ചത്തിൻ്റെ അവകാശം നൽകിയ ക്രിസ്തു. ഇവിടെ ഇരുന്ന് ആരാധരിക്കുന്ന, ഹല്ലേലൂയ പറയുന്ന, സ്തോത്രം പറയുന്ന ദൈവമക്കളുടെ ഒക്കെ പ്രാഗൽഭ്യം എന്താണെന്നറിയാമോ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതിൻ്റെ സന്തോഷമാണ്. ഈ വെളിച്ചത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഇരുട്ടിലേക്കില്ല, ഇതിലും വലിയൊരു പ്രകാശത്തിലേക്ക് നാം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ഇരുട്ട് എന്ന് പറഞ്ഞാൽ അധമം, ഇരുട്ട് എന്ന് പറഞ്ഞാൽ അനാത്മികം, ഇരുട്ടെന്ന് പറഞ്ഞാൽ അധാർമികം, ഇരുട്ടെന്ന് പറഞ്ഞാൽ അസാൻമാർഗികം, ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവരാഹിത്യം. കണ്ടോ, ഈ പറയപ്പെട്ട അർത്ഥതലങ്ങളെല്ലാം കൂടെയുള്ള ഒരൊറ്റ പദമാണ് ഏതെന്ന് പറയുന്നത്? ഇരുട്ട്. കൊല്ലും, കൊലവിളിയും, അക്രമങ്ങളും, അനീതികളും, കണ്ടോ, അധാർമികതകളും എല്ലാം കൂടെ കെട്ടുപിണഞ്ഞൊരു അധമ സംസ്കാരത്തിന് കൊടുക്കാവുന്ന പേരാണ് എന്തോന്ന്? ഇരുട്ട്. ആ ഇരുട്ടിലായിരുന്നു നാം എല്ലാവരും. അവിടുന്ന് നമ്മെ തേജസ്സിലേക്ക്, വെളിച്ചത്തിലേക്ക്, ശ്രേഷ്ഠമായ ആത്മിക പ്രകാശത്തിലേക്ക് നമ്മുടെ കർത്താവ് കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് വെളിച്ചമാണെന്നുള്ളതാണ് അവൻ്റെ മഹത്വം. ഹല്ലേലൂയ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി അതിൻ്റെ 14ാം വാക്യം നോക്കിക്കേ. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത്, പാപമോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ ക്രിസ്തു. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് എന്നൊക്കെ കേട്ടിട്ടൊരു സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ? പാപത്തിൽ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു. ഹല്ലേലൂയ. പാപിയുടെ കീശയിലെ കാശ് വാങ്ങേണ്ടതിന് വേണ്ടി പല വിധത്തിലുള്ള വേദാന്തങ്ങളും ദാർശനിക പ്രബോധനങ്ങളും പല വിധത്തിലുള്ള പഠിപ്പിക്കലുകളും തകൃതിയായി മനുഷ്യ മനസ്സുകളിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു ഇവിടുത്തെ ആചാര്യന്മാർ. ഇന്നും അതങ്ങനെ തുടരുകയാണ്. വഴിയോരങ്ങളിൽ അവിടങ്ങളായി പണിതു വെച്ചിരിക്കുന്ന വഞ്ചികകളിൽ വന്നു വീഴുന്ന പണമെല്ലാം പാപിയുടെ പോക്കറ്റിൽ നിന്നാണ്. അവൻ വർഷാവർഷം അങ്ങനെ വഞ്ചി നിറച്ചാലും, വഞ്ചിക നിറച്ചാലും, പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനങ്ങൾ, പുണ്യപ്രവർത്തികളുടെ ധാരാളിത്വം, എന്തെല്ലാം അവൻ ചെയ്താലും, യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ, പദയാത്രകൾ, തീർത്ഥയാത്രകൾ, ദേഹദണ്ഡന പ്രക്രിയകൾ, നരബലിയും മൃഗബലിയും മാറി മാറി ചെയ്തിട്ടും വർഷം ചെയ്തുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ചെയ്യണം, കഴിഞ്ഞ മാസം ചെയ്തത് ഈ മാസം ചെയ്യണം, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ ആഴ്ച ചെയ്യണം, ഇന്ന് രാവിലെ ചെയ്തത് വൈകിട്ടും ചെയ്ത്, ഇങ്ങനെ തുടർമാനമായി കർമ്മകാണ്ഡങ്ങൾ കൊണ്ട് മനുഷ്യനെ ഏക്കം വലിപ്പിക്കുന്ന ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഉപദേശ സംഹിതകളെ വകഞ്ഞങ്ങോട്ട് മാറ്റിയിട്ട് എൻ്റെയും നിങ്ങളുടെയും പാപം പരിഹരിക്കേണ്ടതിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു കർത്താവ്. ഓ, ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പാപിയുടെ കാശ് വാങ്ങാനല്ല, പാപിയുടെ സ്തോത്ര കാഴ്ച വാങ്ങാനല്ല, പകരം അവൻ്റെ പാപം എടുത്തു മാറ്റേണ്ടതിന് ഈ പാർത്തലത്തിൽ പ്രത്യക്ഷനായത് എൻ്റെ കർത്താവാണ്. അതാണ് അവൻ്റെ മഹത്വം. ആ മഹത്വത്തിൽ നമ്മൾ അവന് കൊടുക്കുന്നൊരു പേരുണ്ട്, വീണ്ടെടുപ്പുകാരൻ. യേശു ആരാ? ഓ മൈ റെഡീമർ, എൻ്റെ വീണ്ടെടുപ്പുകാരനാ. സ്തോത്രം.
പാപങ്ങളെ നീക്കാനാണ് യേശു വന്നതറിയാമോ? ഒരു 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 പഠനക്കുറിപ്പ് ഇടയ്ക്ക് ഞാനൊന്ന് തന്നോട്ടെ. അത് ആദ്യ ദിവസം ഇവിടെ കർത്താവരദാസൻ പാസ്റ്റർ ബാലു കോവളം അവരുകൾ പ്രസംഗിച്ച കൂട്ടത്തിലുണ്ട്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് പ്രസംഗിച്ച വിഷയം എന്താ. അദ്ദേഹം പറഞ്ഞു, യേശു ഒരിക്കൽ ഇവിടെ വന്ന് സാധിച്ചെടുത്ത കാര്യങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. ആ വിഷയം നിങ്ങൾക്ക് കിട്ടിയതാ. എങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറിച്ചെടുക്കുവാൻ യേശു ഒരിക്കൽ ഇവിടേക്ക് വന്നതിൻ്റെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു? 4 കാര്യങ്ങളെ നീക്കാനായിരുന്നു. മറന്നു പോകരുത്. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കുറിച്ചോണം. ഒരിക്കൽ യേശു ഇവിടെ വന്നതെന്തിന്? ഇസമുണ്ടാക്കാനല്ല, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനല്ല, പ്രത്യയ ശാസ്ത്രം ഉണ്ടാക്കാനല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഇവിടെ വന്നത് ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ രൂപീകരണത്തിനോ, നെഞ്ചുവിരിവുള്ള കുറേ ചെറുപ്പക്കാരെ പിണിയാളുകളായി തൻ്റെ പിന്നാലെ കൂട്ടിയിട്ട് ഇവിടെ അവരെ കൊണ്ട് സമരസന്നാഹങ്ങൾ ഉണ്ടാക്കാനോ, താൻ തലപ്പത്തിരുന്നു കൊണ്ട് ഇവിടെ ഒരു ഇതിഹാസം സൃഷ്ടിക്കാനൊന്നുമല്ല യേശു വന്നത്. യേശു ഈ പാർത്തലത്തിലേക്ക് ആഗമിച്ചതിൻ്റെ പരമമായിരിക്കുന്ന 4 ഉദ്ദേശങ്ങൾ മറന്നു പോകരുത്. ആ 4 കാര്യങ്ങൾ നീക്കിക്കളയേണ്ടതിന് മനുഷ്യൻ ആഞ്ഞു തള്ളിയാൽ അവൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട്, അവൻ്റെ കരുത്തുകൊണ്ട്, അവൻ്റെ വിദ്യാസമ്പന്നത കൊണ്ട്, അവൻ്റെ കീശയിലെ കാശിൻ്റെ കനം കൊണ്ട്, അവൻ്റെ ബന്ധുബലം കൊണ്ട്, സ്വാധീനത കൊണ്ട് ആഞ്ഞു തള്ളിയാലും തള്ളിപ്പോകാത്തതായ 4 കാര്യങ്ങളെ നീക്കാനാണ് എൻ്റെ യേശു വന്നത്. കേൾക്കാൻ താല്പര്യമുണ്ടോ? യേശു നീക്കിക്കളഞ്ഞ 4 കാര്യം ഏതാണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഉള്ളവരൊന്ന് സ്വോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ആ 4 കാര്യം അക്കമിട്ട് ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. യേശു നീക്കിയ 4 കാര്യം ഏതാ? 1, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കി. സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവുകേട്, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മിൽ നിന്ന് നീക്കി. കണ്ടോ, സത്യദൈവം ആരാണെന്നുള്ള അറിവില്ലാതെ കണ്ടതിനെയെല്ലാം ദൈവം 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 എന്നും പറഞ്ഞ് കണ്ട് ആരാധിച്ച് മുട്ടിത്തട്ടി ഒരുമി ഒരഞ്ഞ് അങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് ഇവിടെ വന്നത് ആ അജ്ഞത മാറ്റിയിട്ട് ജീവനായ സത്യമായ നിത്യമായ ദൈവം ആരാണെന്ന അവബോധം നമുക്ക് തരികയായിരുന്നു. എവിടെയാണ് വാക്യം? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത് വാക്യം. വാക്യം വായിക്കാനൊന്നും ആരും മെനക്കെടണ്ട. ഞാൻ പറയുന്ന വാക്യം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. വാക്യമൊന്നും എടുത്ത് നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആവശ്യമുള്ള വാക്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. അത് പഠിച്ചു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ശ്രദ്ധിച്ചോണം. 1 യോഹന്നാൻ 5:20 ലേഖനമാണ്. 1 യോഹന്നാന്റെ ലേഖനം 5:20 പറയുന്നു. ആ വാക്യത്തിൻ്റെ ഘടന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്തിനാ വന്നേ ആൻറ്റി? എന്തിനാ വന്നേ? സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തരാനാ. അപ്പം കർത്താവ് വിവേകം തരാത്തിടത്തോളം ആർക്കും സത്യദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെ അറിയുന്നില്ല, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ലോകത്തിൽ വന്നതിൻ്റെ 1ാമത്തെ ഉദ്ദേശം ഇത് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കേണ്ടതിന് വേണ്ടിയാണ്. കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും പറവകളും പ്രാണികളും എന്തെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാല കഴിവുകളുള്ള സകല മനുഷ്യരെയും ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന അംഗീകരിക്കുന്നതായ നമ്മുടെ ഈ രാജ്യത്ത് ഭിന്നമത രാഷ്ട്രീയ സംസ്കാര ജാതീയമായ അനുഭവങ്ങൾ ഉള്ളിടത്ത് ദൈവമെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ വികലമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, കോവളം എന്ന പ്രബുദ്ധ ജനതയോട് വിളിച്ചു പറയാം, സത്യദൈവത്തെ വെളിപ്പെടണമെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം നിർമ്മിച്ച് ഇതിനെ അണുകിട വ്യതിചലിക്കാതെ നിയന്ത്രിക്കുന്ന, നിയോഗിക്കുന്ന, പരിപാലിക്കുന്ന, പരിരക്ഷിക്കുന്ന, നമ്മുടെ തലയ്ക്ക് മീതെ നീര് പകർന്ന ആകാശത്തിലെ കോടാനുകൂടി നക്ഷത്രജാലങ്ങൾ, സൂര്യചന്ദ്രന്മാർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ മുഴുവനും ഉണ്ടാക്കിയിട്ട് അവ തമ്മിൽ തട്ടി തകർന്ന് തരിപ്പണമായി നമ്മുടെ ഉച്ചിയിലോട്ട് വീഴാതെ കൃത്യാനുപാതത്തിൽ അതതിൻ്റെ ഭ്രമണപഥത്തിൽ അയനം ചെയ്യേണ്ടതിന് പരിപാലിക്കുന്നൊരു പരാശക്തിയായ ദൈവമുണ്ട്. അത് മനുഷ്യ നിർമ്മിതമല്ല. ആ ദൈവം ഉളവായ, എൻ്റെ പദങ്ങൾ ശ്രദ്ധിച്ചോണം, ആ ദൈവം ഉളവായതല്ല, ആ ദൈവം ഉണ്ടായതല്ല, ആ ദൈവം ഉണ്ടാക്കപ്പെട്ടതല്ല, ആ ദൈവം ഉള്ളവനായ ദൈവമാണ്. അങ്ങനെ ഉള്ളവനായ ഒരു ദൈവത്തെ മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെടുത്താൻ എൻ്റെ യേശു ഇവിടേക്ക് വന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ ഭൂതലത്തിലേക്കുള്ള ആഗമനത്തിൻ്റെ 1ാമത്തെ ഉദ്ദേശം സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കേണ്ടതിനാണ്.
ഇനിയും എന്തിനാ വന്നേ? രണ്ടാമത് യേശു എന്താ നീക്കിയെന്നറിയാമോ? യേശു വന്ന് നീക്കാനാ. രണ്ടാമത് നീക്കിയത് എന്താണെന്നറിയാമോ? 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. വാക്യം തെറ്റിക്കരുത്. വീട്ടിൽ എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ആ വാക്യം കണ്ടില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. വാക്യം കൃത്യമായിട്ടാണ് ഞാൻ പറയുക. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്ന ഇങ്ങനെയാ: പാപങ്ങളെ നീക്കേണ്ടതിനവൻ പ്രത്യക്ഷനായി. സ്വോത്രം പറഞ്ഞില്ല. ഞാനോർത്തു ആ വാക്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കോവളം നടുങ്ങുമാരൊരു ഹല്ലേലൂയ ഇവിടെ ഉണ്ടാവുമെന്നാണ്. എന്തോ നീക്കാനാച്ചാ വന്നേ? പാപങ്ങളെ. പാപത്തെ എന്നല്ല, പിന്നെ ബഹുവചനമാണ് അവിടെ പ്രയോഗം. പാപങ്ങളെ. എന്തോ ആൻറ്റി അങ്ങനെ ബഹുവചനമായി പറഞ്ഞിരിക്കുന്നത്? ജന്മപാപത്തെയും കർമ്മപാപത്തെയും നീക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. ഇത് നീക്കേണ്ടതിന് മനുഷ്യൻ ചെയ്ത ഒറ്റ ശ്രമവും വിജയിക്കത്തില്ല. പാപിയായ മനുഷ്യൻ്റെ കർമ്മ പദ്ധതികളെല്ലാം പാപാധിഷ്ഠിതമാണ്. അതുകൊണ്ട് പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത ഒരുവൻ നമുക്ക് വേണ്ടി പാപമാകണമായിരുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ആ പാപം വഹിച്ച് നമ്മുടെ പാപത്തെ നീക്കുകയായിരുന്നു. അപ്പോൾ യേശു നീക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നീക്കാനാണ് വന്നത്. അങ്ങനെ വീണ്ടെടുപ്പ് സാധ്യമായത്. ഇതൊന്നും ഒരു വർഷിപ്പ് ലീഡർ നിന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ കൊണ്ട് സ്തോത്രം ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് പിടക്കത്തില്ലേ കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ? ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, സത്യദൈവത്തെ അജ്ഞത നീക്കാനായി യേശു പാർത്തലത്തിൽ ആഗമിച്ചത്. സ്തോത്രം. 2, പാപങ്ങളെ നീക്കാനാണ്. മറന്നുപോകല്ലേ, കുറിപ്പുകൾ മറന്നുപോകല്ലേ. 3-ാമത്തേത് എന്തോ നീക്കാനെന്നറിയാമോ? ഇപ്പോൾ മരണം നീക്കി ജീവനും അക്ഷയതയും നമുക്ക് നൽകുവാൻ പ്രത്യക്ഷനായ ക്രിസ്തു. അപ്പം 3-ാമത് എന്തോ നീക്കി? മരണം നീക്കി. സന്തോഷമില്ലേ ആ കാര്യത്തിൽ? എന്തോ നീക്കിയ കർത്താവ്? മരണം നീക്കി. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ മരിക്കത്തില്ലേ? മരിക്കും. പക്ഷെ മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. അങ്ങനൊരു വലിയ പ്രത്യാശയ്ക്ക് നമ്മളെ കൊണ്ടുവന്നത് കർത്താവ് തന്നെ. അപ്പം നീക്കി എന്ന് പറഞ്ഞ മരണം എന്തോ ആച്ചാ? 2-ാം മരണമാണ്. അറിയാമോ? 2-ാം മരണം എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്, അഗ്നിത്തീർപ്പിലേക്ക് നമ്മളെ തള്ളിക്കളയാതെ മരിച്ച ശേഷം നമ്മളെ പുനർജീവിപ്പിച്ച് കർത്താവിനോട് കൂടെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാ കർത്താവ് വന്നത്. മരണം നീക്കാൻ. ഹല്ലേലൂയ. മരിച്ച ശേഷം എലിയായി, പുലിയായി, പഴുതാരയായി, ചിത്രശലഭമായി, നായായി, കുയിലായി, കൂമനായിട്ട് ഇതിലേക്ക് വരുമെന്നൊക്കെ പറയുന്ന പഠിപ്പിക്കലുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ള പഠിപ്പിക്കൽ 8ആയിട്ട് മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിട്ട് ഉറക്കെ പറയുന്നു: വിശ്വാസത്തിൽ മരിച്ച ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കുന്നത് ഏതെങ്കിലും മൃഗമായോ പറവയായോ പ്രാണിയായിട്ടോ അല്ല. പിന്നെ ആരായിട്ടാണെന്നറിയാമോ? അവൻ ഉയർത്തു വന്നതുപോലെ നമ്മൾ ഉയർത്തു വരും. ഹല്ലേലൂയ. 85 ലക്ഷം ജനന മരണങ്ങൾ ഉണ്ടായെങ്കിലേ മോക്ഷം പ്രാപിക്കൂ, മുക്തി പ്രാപിക്കൂ, സായുജ്യം പ്രാപിക്കൂ, ശാന്തി പ്രാപിക്കൂ, സമാധാനം പ്രാപിക്കൂ, വിടുതൽ പ്രാപിക്കൂ, വീണ്ടെടുപ്പ് പ്രാപിക്കൂ എന്നൊക്കെ പറയുന്ന ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. വകഞ്ഞു മാറ്റുന്നു ക്രിസ്തുയേശുവിൻ്റെ വചനം കൊണ്ട്. അങ്ങനെയുള്ള എല്ലാ പഠിപ്പിക്കലുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉറക്കെ നമ്മൾ ഒരുമിച്ച് കോവളത്തോട് മാത്രമല്ല ലോകത്തോട് പ്രഖ്യാപനം ചെയ്യുന്നു: യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എങ്ങനെ ജീവിക്കും? അമർത്യതയുടെ നവയൗവനത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക തന്നെ ചെയ്യും. ഈ ശരീരത്തിൻ്റെ കെടുതികളില്ലാത്ത, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണങ്ങളില്ലാത്ത, അംഗവൈകല്യങ്ങളില്ലാത്ത, ബാലചാബല്യങ്ങളില്ലാത്ത യേശു ഉയർത്തു വന്ന ആ ശരീരത്തിൻ്റെ പകിട്ടോടെ, പദവിയോടെ, പ്രാഗൽഭ്യത്തോടെ, ആ ആഠ്യത്വത്തോടെ, ആ ഔന്നത്യത്തോടെ നമ്മൾ ഉയർത്തു വരുമെന്ന പ്രത്യാശയോടെ വരെ കാരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പദവി, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. അപ്പൊ യേശു വന്നത് മരണം നീക്കാനാ. സന്തോഷമുണ്ടോ? യേശു വന്നത് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മാറ്റാനാ, നീക്കാനാ. 2, പാപങ്ങളെ നീക്കാനാ. 3, എന്തോ നീക്കാനാ? മരണത്തെ നീക്കാനാ. 4-ാമത് ഒരെണ്ണം കൂടെ കേട്ടു. യേശു വന്ന് എന്തിനാണെന്നറിയാമോ? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കാനാ. അല്ല, മരണം നീക്കാനെന്നുള്ള വാക്യം ഞാൻ പറഞ്ഞു ഇല്ല. 2 തിമോത്തിയോസ് ലേഖനം 1-ന്റെ 10-ാം വാക്യം കണ്ടോ? എഴുതുന്നവർ പിണങ്ങരുത് എന്നോട്. വാക്യം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണേ. പറഞ്ഞു വരുന്ന ആ ഒഴുക്കിനങ്ങ് പോയാൽ നിങ്ങൾക്ക് വാക്യം കിട്ടാതെ വരും. 2 തിമോത്തിയോസ് 1-ന്റെ 10-ാമത് വാക്യത്തിലാ പറയുക:
അപ്പോൾ മരണം നീക്കി. മരണം നീക്കിയിട്ട് എന്തോ തന്നു? നമുക്ക് ജീവനും അക്ഷയതയും നമുക്ക് നൽകി തരേണ്ടത്. അപ്പം നീക്കാൻ വന്ന യേശു എന്തും കൂടെ നീക്കി? മരണം കൂടെ നീക്കി. അടുത്തത് കേട്ടോണേ, എബ്രായ ലേഖനം 2:14. എബ്രായ ലേഖനം 2:14 അവിടെ പറയുന്നത് ഇങ്ങനെയാ: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി കർത്താവ്. സ്തോത്രം. കോവളത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പിശാചിനെ നീക്കിയിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞതൊക്കെ കൊള്ളാം. എവിടുന്ന് നീക്കിയെന്നായി പറയുന്നു? കോവളത്തുനിന്ന് നീക്കിയെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നീക്കിയെന്നോ? എവിടുന്ന് നീക്കിയെന്ന് വെച്ചാൽ ആക്കുളത്തുനിന്ന് നീക്കിയെന്നോ? എവിടുന്ന് നീക്കി? പാറശാല നെയ്യാറ്റിങ്കര നീക്കിയെന്നാണോ? എവിടുന്ന് പിശാചിനെ നീക്കിയെന്ന് പറയുന്നത്? പിശാച് ഇന്നും ഭൂമിയിലുണ്ടല്ലോ. പിശാച് ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. ഞാനീ പ്രസംഗിക്കുന്ന പുള്ളി അപ്പുറത്ത് മാറി നിന്ന് പല്ല് ഞറമ്മി കേട്ടോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വർദ്ധിത കോപത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്. പാടിയവരെയും പ്രസംഗിച്ചവരെയും യോഗം നടത്തിയ ബാലുപാസയെ അടക്കം കാലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാച്. നീക്കിയെന്ന് പറഞ്ഞാൽ എവിടുന്ന് നീക്കിയെന്ന്? ഇവിടുന്നൊന്നും നീക്കിയെന്നല്ല. പിന്നെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന്റെ ശരീരത്തിൽ നിന്നും, നമ്മുടെ അവയവ വ്യവസ്ഥിതികളിൽ നിന്നും, നമ്മുടെ ഭവനത്തിൽ നിന്നും, നമ്മുടെ ശുശ്രൂഷയുടെ വഴിത്താരയിൽ നിന്നും, നമുക്ക് ലഭിക്കപ്പെട്ട തലമുറയിൽ നിന്നുമൊക്കെ പിശാചിനെ നീക്കിയിട്ടുണ്ട്. തോട്ടുപോകരുത്, തോട്ടുപോകരുത്, എന്റേതാണ്, നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ പിശാചിനെ നീക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരും ഏറ്റെടുക്കുന്നവരും കർത്താവിനെ പിശാചിനെ കർത്താവ് നീക്കി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പിശാചിനെ നീക്കിയിട്ടുണ്ട്. പിന്നെയും പുള്ളി വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിനകത്തൂടെ ഈച്ച മാറുന്നില്ലെന്ന് പരാതിയാ. അതിൻ്റെ കാര്യം എന്താ? ഈച്ചയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ എന്തോ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാ. 2 ആഴ്ച പഴക്കമുള്ള അയല, കൊഴിയാള, ചാള, ചൂര, മത്തിയുടെയൊക്കെ തല വീട്ടിനകത്ത് അടുക്കളയിൽ കൊണ്ട് വെച്ചാൽ എന്തോ വരും? ഈച്ച വരും. പെർഫ്യൂം അടിച്ചിട്ടൊന്നും കാര്യമില്ല. പഴുത്ത ഈ മാംസാവശിഷ്ടങ്ങൾ വീട്ടിനകത്ത് വെച്ചിട്ട് പെർഫ്യൂം അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈച്ചയ്ക്ക് വന്നിരിക്കാനുള്ള സൗകര്യമാണ് എന്ന് പറഞ്ഞ പോലെ പിശാചിൻ്റെ കാര്യവും. അവന് കയറി ഇരിക്കാൻ പറ്റിയത് വല്ലതും വീട്ടിനകത്തുണ്ടെങ്കിൽ, ശരീരത്തിലുണ്ടെങ്കിൽ, സ്വഭാവത്തിലുണ്ടെങ്കിൽ, ഇടപാടുകളിലുണ്ടെങ്കിൽ, ദാമ്പത്യത്തിനകത്തുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാടിലുണ്ടെങ്കിൽ പിശാച് വഴിമാറത്തില്ല. കർത്താവ് പിശാചിനെ നീക്കിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രഹസ്യ ജീവിതം വിശുദ്ധമാകണം, ഇടപാടുകൾ വിശുദ്ധമാകണം, ജീവിതം സുതാര്യമാകണം. അപ്പോൾ പിശാചിന് സാധ്യതയില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം, രഹസ്യമായിട്ട് പറയാം. പിന്നെ രഹസ്യം പറയാൻ പറ്റിയ സാധനമാണല്ലോ മൈക്രോഫോൺ. എന്നാലും രഹസ്യമായിട്ടിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് വേറെ ആരോടും പറയരുത്. അഥവാ പറഞ്ഞ അവരോട് പറയണം, വേറെ ആരോടും പറയരുത്. എൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച ഒരൊറ്റ ദൈവമക്കളുടെയും വീട്ടിനകത്ത് ആന, കുയിലെ, മയിലെ, ഒട്ടകം തുടങ്ങിയുള്ളതായിരിക്കുന്ന ഒരൊറ്റ ജീവിയുടെയും രൂപം കൊണ്ട് വെച്ചേക്കരുത്. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ചെന്ന് അത്താഴം ഉണ്ണുന്നതിന് മുമ്പ് അതെടുത്ത് വെളിക്കളയണം. ഇതന്നെ ഇവിടെ ഇരിക്കുന്നു. അത് കുഞ്ഞ് അങ്ങ് നീലഗിരി പോയപ്പോൾ, ഊട്ടി പോയപ്പോൾ, കൊടൈക്കനാൽ എക്സ്കർഷന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന്. ഈ പിശാചിനെ പോലെ നാണം കെട്ടൊരാത്മാവ് വേറെ ഇല്ല. അറിയാമോ? എവിടെയെങ്കിലും ഒരു വിഗ്രഹം കണ്ടാൽ അതേ കയറി ഇരിക്കാനാണ് പുള്ളിക്ക് താല്പര്യം. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിനകത്ത് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ചില കലണ്ടറിലുണ്ടല്ലോ ദേവതമാരുടെ, ദേവന്മാരുടെ എന്തെങ്കിലുമൊക്കെ സങ്കല്പ മൂർത്തികളുടെ പടമുണ്ടെങ്കിൽ പിശാച് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങത്തില്ല. അതുകൊണ്ട് ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിക്ക് മീതെ, സമുദ്രത്തിലോ ഒക്കെയുള്ള ഒന്നിൻ്റെയും പ്രതിമ നിൻ്റെ വീട്ടിലുണ്ടാകരുത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? പിശാചിന് അവസരം കൊടുക്കരുത്. ഓക്കെ. അപ്പം വിഗ്രഹ നിർമ്മാർജ്ജനം വീടിനകത്ത് സംഭവിക്കണം. ഓക്കെ. ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത ഒന്നിൻ്റെയും പടവും രൂപവും ഒന്നും വെച്ചേക്കരുത്. പിശാചിന് വന്ന് കയറാൻ. എന്താ ഇവിടെ വന്നിരിക്കെ, നിനക്കിവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, എനിക്കിരിക്കാനുള്ള സീറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീടിനൊരു ശുദ്ധീകരണം തന്നെ വരണം. എല്ലാവരെയും കൂടെ ഒത്തുകിട്ടിയപ്പോൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വൈകാരിക വിദ്വേഷം ഒന്നും വേണ്ട. കാശ് ഒത്തിരി മുടക്കിയതാ പാസേ, സാരമില്ല, ഉടച്ച് ദൂരെ കളഞ്ഞേക്കണം, കാത്തിച്ച് കാട്ടം വെള്ളം ഇട്ട് കുടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്നാലും വീട്ടിനകത്ത് വെച്ചേക്കരുത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും. കൊച്ചിൻ്റെ അറിവുകേട് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന, മോൻ്റെ അറിവുകേട് കൊണ്ട്, അവന് തിയോളജി അറിയാത്തതുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേ. ആ അറിവുകേടിനെ പൊതിഞ്ഞ് പിശാച് വീട്ടിനകത്ത് താവളം ഉറപ്പിക്കും. അച്ഛാ, ഈ കാശുണ്ടാക്കുന്നത് പക്ഷിക്ക് ചിറക് വയ്ക്കുന്ന പോലെ പറന്നു പോകുന്നതിൻ്റെ കാരണം വാടക പോലും തരാതെ നിൻ്റെ വീട്ടിൽ ഈ
പിശാച് താമസിക്കുന്നത് കൊണ്ട് അവനെ പടി ഇറക്കണം. ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം ചെയ്തിട്ട് ഇറങ്ങ്. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങെന്ന് പറയാൻ കഴിയുന്ന ഒരാത്മിക തൻ്റെ ഇടമുണ്ടാകണം. പിശാചിനെ കർത്താവ് നീക്കി. ഹല്ലേലൂയ. അപ്പൊ എത്ര കാര്യങ്ങളെ നീക്കിയെന്നാ പറയുക? എത്ര കാര്യങ്ങളെ? 1, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞാനം. 2, പാപങ്ങൾ. 3, മരണം. 4, പിശാച്. ഇനി ഞാൻ ഈ 4 ചിന്തകളെ കൊണ്ടൊന്ന് ലിങ്ക് ചെയ്താൽ ശ്രദ്ധിച്ചോണം. പഠിക്കാൻ ഒത്തിരി പേരുള്ളത് കൊണ്ട് ഞാൻ പറയുക, ഇതിനെ ലിങ്ക് ചെയ്ത് പറയാം. മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ കാരണം സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. സത്യദൈവത്തെ അറിയാത്തവരെന്തോ ചെയ്തുകൊണ്ടിരിക്കും? പാപം ചെയ്തുകൊണ്ടേയിരിക്കും. പാപത്തിൻ്റെ അനന്തര ഫലമാണ് എന്തോന്ന്? മരണം. മനസ്സിലായോ? അപ്പൊ സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തം എന്തോ വരും? പാപം. പാപനിമിത്തം എന്തോ വരും? മരണം. ഈ അജ്ഞതയും പാപവും തൽഫലമായ മരണവും നമുക്ക് സമ്പാദിച്ചു തരുന്ന സംവിധായകനാണ് പിശാച്. പക്ഷേ കർത്താവിൻ്റെ മഹത്വം എന്താണെന്നറിയാമോ? നീക്കിയപ്പോൾ ഈ 4നെയും നീക്കിക്കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളെയും നീക്കിക്കളഞ്ഞപ്പോഴാണ് നമ്മുടെ തട്ടകം ഫ്രീ ആയി മാറിയത്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം. യൂത്ത്സ് മനസ്സിലാകാൻ വേണ്ടി പറയാം. ദൈവപരിജ്ഞാനം ഇല്ലായികയാലാണ്. ഏതെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. പാപം ചെയ്തത് കൊണ്ടാണ് എന്തോ കിട്ടിയത്? മരണം കിട്ടിയത്. ഈ പരിജ്ഞാനമില്ലായ്മയും പാപപ്രവൃത്തിയും തൽഫലമായ മരണവും കൂടെ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേരെന്തോന്നാ? പിശാചെന്ന്. ഇത് 4ഉം കൂടെ നീക്കുവാൻ ആ കർത്താവ് ഒരിക്കൽ പാർത്തലത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമായത്. ആ വീണ്ടെടുപ്പിനെ ഓർത്ത കർത്താവിനെ സ്തുതിച്ചാട്ടെ. വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു മാത്രമാണ്. വീണ്ടെടുപ്പുകാരൻ വേറൊരാളും കൂടെ ഉണ്ടെന്ന് പറയാനാവില്ല. വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കരം ഉയർത്തി, കരമൊന്ന് വീശി ആ വീണ്ടെടുപ്പുകാരന്റെ നാമത്തെ ഒന്ന് സ്തുതിക്കട്ടെ. അപ്പൊ 14-ാം വാക്യത്തിൽ അങ്ങനെ പറയാം. ഇനി കേട്ടോണേ, 15-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്നറിയോ? 15 കൊലോസ്യലേഖനം 1:15 ദൈവത്തിന്റെ പ്രതിമയാണ് ക്രിസ്തു. ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ദ എക്സാക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ അത് തന്നെയാണ് യേശു. ഹല്ലേലൂയ. ഈ ബെത്ലഹേമിൽ തുടങ്ങുകയും ഗോൽഗോഥയിൽ അവസാനിക്കുകയും ചെയ്ത ഒരാളത്വമല്ല ക്രിസ്തു, ഒരു ചരിത്രമല്ല ക്രിസ്തു. ബെത്ലഹേമിന് മുമ്പേ യേശു ഉണ്ട്. മനസ്സിലായോ? ഗോൽഗോഥയ്ക്ക് ശേഷവും എൻ്റെ യേശു ഉണ്ട്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള രേഖാഖണ്ഡമല്ല യേശുവിൻ്റെ ജീവിതം. നിത്യനാണ്. നിത്യനെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ. കണ്ടോ? ജനനമില്ലാത്തവൻ, മരണമില്ലാത്തവൻ. അപ്പൊ പിന്നെ ബെത്ലഹേമിൽ ജനിച്ചതോ? ബെത്ലഹേമിൽ ജനിച്ചത് മനുഷ്യത്വത്തിൻ്റെ തുടക്കമാണ്. കണ്ടോ? മനുഷ്യത്വത്തിൻ്റെ തുടക്കമാണ്. എൻ്റെ യേശുവിനെ മനുഷ്യനായി മാത്രം കാണരുത്, അവൻ സാക്ഷാൽ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ? ഇന്ന് രാത്രി യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരു ഇന്ദ്രജാല മഹേന്ദ്രജാലക്കാരനായ ഒരു ഫാൻഡം എന്ന നിലയിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധി കൂർമ്മതയുള്ള ആളത്വമായിട്ട് മാത്രം യേശുവിനെ കാണരുത്. യേശു സാക്ഷാൽ സത്യദൈവമാണ്. അതാ പറഞ്ഞത് ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം ഈ ദൈവശാസ്ത്രം. യേശുവെന്ന് പറയുന്നത് ബെത്ലഹേമിൽ തുടങ്ങുകയും ഗോൽഗോഥായിൽ ഒടുങ്ങുകയും ചെയ്ത ഒരാളത്വമല്ല. യേശു സാക്ഷാൽ ദൈവമാണ്. യേശു ദൈവമെന്ന് വിശ്വസിക്കുവാൻ ഞാൻ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ചില വിചാരങ്ങളൊന്ന് പറഞ്ഞോട്ടെ. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വിചാരങ്ങൾ ഇന്ന് രാത്രിയിൽ ആ വിചാരങ്ങൾ ആഗതാരിൽ ഏറ്റെടുത്തുകൊണ്ട് പോകണം. യേശുവിൻ്റെ ദൈവത്വം, മഹത്വം. ഹല്ലേലൂയ. കാരണം അവൻ ദൈവമാണ് എന്ന് മാത്രം അറിഞ്ഞപ്പോരാ, എങ്ങനെയുള്ള ദൈവമാണ്. ഏതെങ്കിലും ഒരു ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ ദൈവത്തെ മാത്രമായിരിക്കണം നമ്മുടെ, ആ ദൈവത്തോട് മാത്രമാകണം നമ്മുടെ ബന്ധം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നെഞ്ചകത്തിൽ അങ്ങ് കരുതണേ. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളുടെ നേരങ്ങളിൽ ഈ വാക്യങ്ങൾ ഓർമ്മയിലെത്തണേ. ഈ വാക്യങ്ങളെ പ്രാർത്ഥനയിൽ ഉരുവിടണേ. അതിൻ്റെ പ്രയോഗങ്ങൾ മറക്കല്ലേ.
യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അനുഗ്രഹീതമായൊരു വാക്യം ഞാൻ തരാം. റോമാലേഖനം 9-ാം അധ്യായം 5-ാമത് വാക്യം. ഒറ്റ കുഞ്ഞുങ്ങളും മറക്കരുത്. ജീവിതത്തിൻ്റെ സംഘർഷ ഭൂമിയിൽ നിങ്ങൾക്ക് കൂട്ടായി ഊന്നുവടിയായി പ്രകാശമായി കരുതേണ്ട ഒരു വാക്യമാണ്. ആൻറ്റിമാരെല്ലാവരും ശ്രദ്ധിച്ചോണം. വിവിധ തരത്തിലുള്ള വിഷമതകളും വിങ്ങുന്ന മനസ്സും നെഞ്ചകത്തിൻ്റെ നൊമ്പരവുമായിട്ടായിരിക്കാം ഇന്നിവിടെ പടികയറി ഹോളിലെത്തിയത്. പക്ഷേ റോമർ 9-5 വാക്യം അത് നിങ്ങൾക്ക് ടോണിക്കാണ്. അത് നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു ആത്മീയ അനുഭവം തരുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുക: പിതാക്കന്മാരും അവരിൽ നിന്നുള്ളവർ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. 9-5 വാക്യം. എന്നിട്ട് അവസാനം ഇങ്ങനെ പറയുന്നു: അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? യേശു സർവത്തിനും മീതെ ദൈവമാണ്. അങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശു എങ്ങനെയുള്ള ദൈവമാണെന്ന്? സർവത്തിനും മീതെ. ആ പദം ഒന്ന് പറഞ്ഞ് നിങ്ങൾ. സർവത്തിനും എന്ന് പറഞ്ഞാൽ സകലത്തിനും മീതെ ദൈവമായ ഒരു യേശു. ഹല്ലേലൂയ! അതിനെ ആഴത്തിലങ്ങ് വിശ്വസിക്കണേ. എന്ത് പ്രതിസന്ധി ആയാലും ഈ വാക്യം നിങ്ങൾക്ക് ഒരാശ്രയമാകണം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് സർവത്തിനും മീതെ. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ രോഗങ്ങൾക്ക് മീതെ, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വിഷമതകൾക്ക് മീതെ, ഹല്ലേലൂയ, എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിന് മീതെ ദൈവമാണവൻ. എൻ്റെ യൂട്രസിൻ്റെ പ്രതിസന്ധിക്ക് മീതെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കണ്ടത് അല്ലേ? കിഡ്നി ഇച്ചിരി പ്രശ്നമാണെന്ന് കണ്ടത്. ഇനി ഒരു ഓപ്പറേഷൻ ഇല്ലാതെ പറ്റത്തില്ല, ഇനി ഡയാലിസിസ് തുടങ്ങിയ പറ്റത്തുള്ളെന്ന ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർക്ക് തെറ്റല്ല പറ്റിയത്. അങ്ങനെ ഡോക്ടർക്ക് തെറ്റല്ല പറ്റിയത്. അദ്ദേഹം വിദഗ്ധനല്ലേ? അദ്ദേഹം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ലേ? അവരുടെ നിരീക്ഷണ, പരീക്ഷണ, ഗവേഷണ, അന്വേഷണങ്ങൾക്കൊന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല. സ്കാനിങ് റിപ്പോർട്ട് ആൻറ്റി കറക്റ്റാണ്. യൂട്രസിനകത്ത് 5-6 ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞത് കറക്റ്റാണെന്ന്. വാൽവിന് ബലക്ഷയമാണെന്ന് പറഞ്ഞത് കറക്റ്റാണ്. സുഷുമ്ന നാഡിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് കറക്റ്റാണ്. ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണെന്ന് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇന്ന് രാത്രി വേറൊരു കറക്ഷൻ ഞാൻ പറയാം, വേറൊരു ചിന്ത ഞാൻ പറയാം. ആ പ്രതിസന്ധിക്ക്, ആ സ്കാനിങ് റിപ്പോർട്ടിന് മീതെ 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 ഒരുവനുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ കർത്താവാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. സർവത്തിനും മീതെ. രോഗിയായിട്ടാണോ പടി കയറി വന്നത്? രോഗിയായിട്ടാണോ പടി കയറി വന്നത്? ഇന്നത്തെയും കൂടെ പ്രസംഗം കേട്ടിട്ട് നാളെ ഓപ്പറേഷന് വിധേയമാകാന്ന് പറഞ്ഞാണോ വന്നേ? ഇന്ന് രാത്രി ഈ സർവത്തിനും മീതെ ഉള്ളവൻ നിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഒരു ശക്തിയുടെ വ്യാപാരമയക്കുകയാണ്. ഓൺലൈനിൽ കേൾക്കുന്നവരും ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ! നിന്റെ ശരീരത്തിലേക്ക് ആ ശക്തിയുടെ വല്ലഭത്വത്തെ കർത്താവ് പകരാൻ പോകുകയാണ്. യെസ്! കർത്താവ് ആരാന്ന് പറഞ്ഞേ? സർവത്തിനും. ഹല്ലേലൂയ! ട്യൂമറിന് മീതെ ദൈവമാ കർത്താവ്. ക്യാൻസറിന് മീതെ ദൈവമാ കർത്താവ്. അനുഭവിക്കുന്ന സകല വ്യഥകൾക്ക് മീതെ. എനിക്ക് ആ പ്രയോഗം ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷമുണ്ടോ? യേശു ആരാന്ന് കേട്ടതിൽ സന്തോഷമുണ്ടോ? ഈ വാക്യങ്ങളൊക്കെ വേദപുസ്തകത്തിനകത്ത് വെച്ച് സിബിട്ടുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയല്ലാതെ ഇതൊന്നും പ്രയോഗത്തിൽ വരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി പറ: കർത്താവേ, എനിക്ക് അങ്ങേ മാത്രം മതി, എനിക്കങ്ങേ മാത്രം മതി. ഇനി എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ റിമൂവ് ചെയ്യാൻ ഞാൻ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഇനി ഞാനൊരു ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെടാനാകുന്നില്ല. എൻ്റെ കർത്താവ് മാത്രം മതി എനിക്ക് സൗഖ്യദായകനായി. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരകലകളിലേക്ക് ഈ രാത്രി ഈ ആലയത്തിൽ വെച്ച് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് നിന്റെ നാഡി ഞരമ്പുകളിലേക്ക് ഇറങ്ങുകയാണ്. അത് നിന്റെ അസ്ഥി വ്യൂഹങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. നിന്റെ അവയവ വ്യവസ്ഥിതികളിലേക്ക് വ്യാപരിക്കുകയാണെന്ന് അഭിഷേകത്തിൻ്റെ ശക്തിയോടെ, അത് ശരീരത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഒരു വലിയ ആത്മീക വിടുതൽ, ശാരീരികമായ വിടുതൽ. താങ്ക് യു ജീസസ്. ചിലരുടെ ശരീരത്തെ കർത്താവ് തൊടുന്നുണ്ട്. ചിലരുടെ ശരീരത്തിന് മേൽ കർത്താവിൻ്റെ സ്പർശനം വരുന്നുണ്ട്.
അസഹ്യമായിരിക്കുന്ന ചില വേദനകൾക്ക്, അസഹ്യമായിരിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് കർത്താവ് പരിഹാരം നൽകി തരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. വിശ്വസിക്കുന്നവർ സൗഖ്യമായിട്ട് മടങ്ങിപ്പോകാവൂ. അവൻ സർവ്വത്തിനും മീതെ. Thank you God Jesus. Hallelujah. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളും നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളും ഉണ്ടാകാം. നിങ്ങൾ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടാകാം. ഓർത്തുകൊള്ളണേ, ആ വിഷയത്തോട് ചേർത്ത് റോമർ 9:5 പിൻ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷയങ്ങളോട് ചേർത്ത് വാഗ്ദത്തങ്ങളെ പിൻ ചെയ്യണം. കർത്താവേ, ഞാൻ ഈ വിഷയം അങ്ങനെ സന്നിധിയിലേക്ക് വെക്കുന്നതിൻ്റെ കാരണം റോമർ 9:5 പറ. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവിടുന്ന് സർവ്വത്തിനും മീതെ ദൈവമാണ്. വിദഗ്ധമായ ഡോക്ടർമാർ പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു, ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, കുളത്തിലാക്കാൻ ആരും ഇല്ല എന്നും പറഞ്ഞ് ഒരുത്തൻ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 38 കൊല്ലമായി. സ്വതന്ത്രം ഏറി വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചവൾ എത്ര വർഷമായെന്നറിയാമോ? രക്തസ്രവവുമായിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ നിർവാഹമില്ലാത്ത നിലയിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ചാടി എഴുന്നേറ്റാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. രക്തം വാർന്ന് പോവുക. ഒറ്റ സ്പർശനം കൊണ്ട് സൗഖ്യമാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല. ആ കർത്താവിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ലെന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവകാശം പറയുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി പടിയിറങ്ങുകയാണ്. ഇന്ന് രാത്രി ആധിപത്യം ഉറപ്പിച്ച ചില രോഗബന്ധനങ്ങൾ, ചില രോഗാത്മാവ് ഈ രാത്രി പടിയിറങ്ങുന്നു. യേശു എങ്ങനെയുള്ള ദൈവമാ? സർവ്വത്തിനും മീതെ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇവിടെയൊക്കെ പോയി നേർച്ച, കാഴ്ച, പൊങ്കാല അടക്കമുള്ള പരിപാടി അവസാനിപ്പിക്കുന്ന രാത്രി കർത്താവിനെ മാത്രം, കർത്താവിനെ മാത്രം. നമ്മൾ ചിലർക്ക് ചില ഇരട്ടത്താപ്പുണ്ട്. ഉപവാസമാണോ? എത്ര ദിവസം? 21. അയ്യോ, ഞാനും വരുന്നുണ്ട്. ഉപവാസം കഴിഞ്ഞ് അപ്പുറത്ത് നേർച്ചയുണ്ട്, കാഴ്ചയുണ്ട്. അവിടെ പോയി കുന്നു കയറി, മലയിറങ്ങി, പുഴ താണ്ടി, ഊരുണ്ട്, പേരുണ്ട്, അവിടെ കത്തിച്ച്, അവിടെ ഒഴുക്കി, അവിടെ ഉടച്ച്, എവിടുന്നെങ്കിലും കിട്ടണം സൗഖ്യം എന്നും പറഞ്ഞ് എടുക്കണം. വെളിപ്പാട് ദിവസം 1:8 അറിയാമോ? യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായി വേറൊരു ചിന്തയാണ് വെളിപ്പാട് 1:8. അപ്പോൾ റോമർ 9:5 മറക്കല്ലോ ഒരിക്കലും. കുഞ്ഞുങ്ങളൊന്നും മറക്കരുത്. കേൾക്കുന്നത് ഇഷ്ടമാണോ? സത്യമായിട്ടും യേശുവിനെ മാത്രം കേൾക്കുന്ന ഇഷ്ടമാണോ? അച്ഛാ, ഗോലിയാത്തിനെ വേണോ? സർവശക്തനെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? അസാധ്യമായിട്ട് അവൻ ഒന്നുമില്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാ. അവനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. അതല്ല പ്രിയ മോൻ പാടി, എൻ്റെ കുഞ്ഞനുജൻ പാടിയില്ലേ ഇവിടെ? ആ സർവശക്തൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക് മതി കാര്യങ്ങളെല്ലാം നേരെയാകാൻ. സർവശക്തൻ. ഈ സർവശക്തൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കേട്ടോണേ, സർവശക്തൻ്റെ പ്രത്യേകത കേട്ടോണം. അസാധ്യതകളെ സാധ്യമാക്കും, ഇല്ലായ്മയിൽ നിന്നുളവാക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കും. അസംസ്കൃത പദാർത്ഥം ഒന്നും വേണ്ട. എൻ്റെ കർത്താവിനൊരു വാക്ക് മതി ഉളവാക്കാൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, കോവളങ്കാർ കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ഒരു ശബ്ദം. 1-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആമിട്ട് പൊട്ടുന്ന പോലെ കുറേ പദങ്ങളുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമിട്ട് പൊട്ടുന്നൊന്നും കേട്ടിട്ടില്ല, വായിച്ചിട്ടുണ്ടല്ലേ? സ്തോത്രം. മലയാള വേദോസം വായിക്കുമ്പോൾ വെച്ചാൽ ആമിട്ട് പൊട്ടുന്ന പോലെ കുറേ പദങ്ങളുണ്ട് അതിനകത്ത്. ആ ആമിട്ട് പൊട്ടിക്കുന്നത് ആരാന്നറിയാമോ? സർവശക്തനാണ്. അത് നമ്മുടെ കർത്താവാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. കൊലോസ്യർ 1:16 അങ്ങനെ പറയുക, സർവവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിട്ടുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഈ അമിട്ട് പൊട്ടുന്ന ശബ്ദം ഏതാണെന്നറിയാമോ? ഉണ്ടാകട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ എന്ന് പറയുന്ന കുറെ പ്രയോഗങ്ങളുണ്ട്. ആരാ ഇത് പറയുന്നേ? സഭയുടെ കമ്മിറ്റിയാണോ പറയുന്നത്? എക്സിക്യൂട്ടീവാണോ പറയുന്നത്? ചെയർമാനോ സെൻട്രൽ പാസ്റ്ററോ ആണോ പറയുന്നത്? അവരാരും അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പറ? ഈ സർവശക്തനാ പറയുക. സർവശക്തൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കാലമൊത്തിരി കഴിഞ്ഞപ്പോഴല്ല ഉണ്ടായത്. ആ ശബ്ദവീതിയുടെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുൻപ് ഉണ്ടായി വന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ എന്നവസാനിപ്പിക്കുന്ന പദങ്ങളുടെ അടിയിലൊരു വര കൊടുക്കണം. എന്നിട്ട്
പുസ്തകത്തിൽ വരച്ച് ഇനി അത് കുളവാക്കണ്ട. മൊത്തത്തിൽ വരയാണല്ലോ. അതുകൊണ്ടൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഉൽപ്പത്തി പുസ്തകം കൊണ്ട് തുറന്ന് വെച്ചിട്ട് 1-ാം അധ്യായത്തിൽ നിന്ന് ഈ ഠേ 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 എന്ന് അവസാനിക്കുന്ന പദങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് എഴുതണം. 1 2 3 4 5 അങ്ങനെ അങ്ങോട്ട് എഴുതണം. ഏറ്റവും അവസാനം വാഴട്ടെ, അങ്ങനെ കൂടെ ഒരു പ്രയോഗം കിട്ടും. ഇതെല്ലാം കൂടെ അക്കമിട്ടം കൊണ്ട് എഴുതി വെച്ചിട്ട് പുസ്തകം അങ്ങ് അടച്ച് വെച്ചിട്ട് ഈ എഴുതിയ പേപ്പർ എടുത്ത് നെഞ്ചത്തോട്ടങ്ങ് വയ്ക്കണം. 2 കൈയും എടുത്ത് നെഞ്ചത്തോട്ട പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് മുഴങ്കാലിരുന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ അങ്ങൊരിക്കൽ സർവശക്തിയോട് ഇത് പറഞ്ഞപ്പോഴേ ഉണ്ടായല്ലോ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി, അന്ധകാരം മാറിയില്ലേ? ഒരു തുമ്പി പോലും പറക്കാത്ത ആകാശത്തെ നോക്കി അതത് തരം പറവജാതി പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി വന്നില്ലേ? ഒരു മുള പോലും പൊടിക്കാത്ത പൂഴി മണ്ണിനെ നോക്കി അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ലേ? ഓ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങനാണെങ്കിൽ ഈ പദങ്ങൾ എന്നെ നോക്കിയെന്ന് പറ കർത്താവേ. ഈ പദങ്ങൾ എന്നെ നോക്കിയെന്ന് പറ. എൻ്റെ ജീവിതത്തിനൊരു മാറ്റം. കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ലേ, ചരിത്രം മാറ്റുന്ന ദൈവം, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവം, സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവം. ആരാ പറഞ്ഞ ഉണ്ടാകത്തില്ലെന്ന്? കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഉണ്ടാകും. ആരാ പറഞ്ഞ എഴുന്നേക്കത്തില്ലെന്ന്? കർത്താവ് പറഞ്ഞാൽ മതി നീ എഴുന്നേക്കും. ആരാ പറഞ്ഞ കിട്ടത്തില്ലെന്ന്? കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കിട്ടുമെന്ന്. ഒരു ദുർവ്യാധി പിടിച്ച് അവർ കിടപ്പിലായി പോയി, ഇനി എഴുന്നേക്കത്തില്ലെന്ന് ആരാ പറഞ്ഞേ? കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അതങ്ങനെ സംഭവിക്കും. വിശ്വാസത്തോടെ, യെസ്, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ചില വിടുതലുകൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ആ പദപ്രയോഗങ്ങളുടെ ആഴം പഠിക്കണം. ആരാ അത് പറഞ്ഞേ? ആരാ പറഞ്ഞത്? ആ പറഞ്ഞവന്റെ പേര് പറ. സർവശക്തൻ. ഹല്ലേലൂയ. ആധിപത്യ വ്യവസ്ഥിതിയുമായി നിന്നതാണ് അന്ധകാരം. അറിയാമോ എത്ര കാലങ്ങളായിരുന്നു അന്ധകാരം? വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ എന്തോ സംഭവിച്ചു? അന്ധകാരം എവിടെ പോയി മറഞ്ഞു? വെളിച്ചമുണ്ടായി. ഈ സൂര്യനും ചന്ദ്രനും വെളിച്ചമാകാൻ 4-ാം ദിവസമാണ് ഉണ്ടാക്കിയത്. അതിന് മുമ്പേ വെളിച്ചം ഉണ്ടായി. ആ വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. സൂര്യൻ്റെ പ്രകാശമല്ല വേണ്ടത്, കർത്താവിൻ്റെ പ്രകാശം വേണം. ജീവിതത്തിലേക്ക് വെളിച്ചമായി അത് ഇറങ്ങണം. മനസ്സിലായോ? ആരോഗ്യമുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞാൽ മതി. നമ്മുടെ അവയവ വ്യവസ്ഥകൾ പ്രവർത്തനക്ഷമതമാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞാൽ മതി. സ്തോത്രം. ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ ഇന്ന് രാത്രിയിൽ അങ്ങുമിങ്ങും സദസ്സിലും വേദിയിലുമൊക്കെ ആയിട്ട് കാലങ്ങളായി അധ്വാനിച്ചിട്ടും ഒരൊറ്റ ആത്മാവ് പോലും ഉണ്ടാകുന്നില്ലെന്നുള്ളതാ നമ്മുടെ ഒരു പരാതി. പക്ഷേ അതത് തരം വിത്തുള്ള സസ്യങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയവന് ദേശത്ത് ആത്മാക്കളെ ജനിപ്പിക്കാൻ കഴിയും. ജനിക്കട്ടെ, കൂട്ടമായി ജനിക്കട്ടെ, കൂട്ടമായി പറക്കട്ടെ, കൂട്ടമായി ഉളവാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ അതെല്ലാം സംഭവിച്ചെങ്കിൽ അത് നമ്മെ നോക്കി കർത്താവ് പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കർത്താവ് നമ്മളെ നോക്കി ചിലത് പറയണം. അവന്റെ പേര് സർവശക്തൻ. യേശുവിന്റെ മഹത്വം മനസ്സിലായോ? എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് അത് നമ്മെ നോക്കിയെന്ന് പറയണോ? കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് പറ കർത്താവേ. എൻ്റെ മോനെ നോക്കിയെന്ന് പറ കർത്താവ്. എൻ്റെ മോളെ നോക്കിയെന്ന് പറയണേ കർത്താവേ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ട അതേ പദം ഠേ 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 എന്നൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ സുവിശേഷ ഗ്രന്ഥങ്ങൾ നമ്മുടെ കർത്താവ് അതിന് തത്തുല്യമായ പദം പറയുന്നുണ്ട്. ബാലേ എഴുന്നേൽക്ക. രോഗിയോട് പറയുക കിടക്ക എടുത്ത് നടക്ക. ഏറുകൊണ്ട് ഇപ്പം ചാകുമെന്ന് പറഞ്ഞ് പേടിച്ച് വന്നൊരു സഹോദരിയോട് കർത്താവ് പറയാ സമാധാനത്തോടെ വീട്ടിൽ പോവുക. അതെല്ലാം ആ പ്രയോഗത്തിൻ്റെ സമാനമായ പ്രയോഗങ്ങളാണ്. അത് പറയാൻ കർത്താവിന് ഇന്നും കഴിയും. കർത്താവിൻ്റെ വാക്ക് മതി നമ്മെ വിടുവിക്കുവാൻ. കർത്താവിൻ്റെ വാക്ക് മതി നമ്മെ മുൻപോട്ട് നയിക്കുവാൻ. ഏതാണ്ടൊക്കെ പറഞ്ഞുണ്ടാക്കിയത് കേട്ടിട്ട് ഉൾവലിഞ്ഞാകത്ത മുറിയിൽ ഒതുങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് വേറൊരു വാക്ക് പറഞ്ഞ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഉപ്പൂറ്റി ഉറപ്പിച്ച് നിർത്തി നെഞ്ചു വിരിച്ച് താല ഉയർത്തി നാട്ടല് വളയാതെ നിർത്താൻ കർത്താവിന് കഴിയും. അവൻ്റെ പേര് സർവശക്തൻ എന്നാണ്.
അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് തിരിഞ്ഞ് ജമ്പ് ചെയ്തേ. കൊലോസ്യ ലേഖനം 1:15 നമ്മൾ കണ്ടത് ദ എക്സാക്റ്റ് ഇമേജ്. ദൈവത്വത്തെക്കുറിച്ച് ഇങ്ങനെ കൊണ്ട് പറയാൻ പോയാൽ ഒത്തിരി പറയണം, മനസ്സിലാകുന്നുണ്ടോ? 16 വാക്യം സൃഷ്ടിതാവായ ദൈവം, അത് കർത്താവിൻ്റെ മഹത്വമാണ്. 17 വാക്യമുണ്ടല്ലോ. 17 വാക്യത്തിലേക്ക് കയറിയാൽ ബാലു പാസ് പറഞ്ഞ സമയത്തൊന്നും എനിക്ക് യോഗം നിർത്താൻ പറ്റാതെ വരും. 17 വാക്യം ഗംഭീരമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ യേശു നിത്യനാണെന്നാണ്. എന്തെങ്കിലും ഒന്ന് ഉളവാകുന്നതിന് മുൻപേ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദേ ശ്രദ്ധിച്ച്, ഞാനൊരു ദൈവശാസ്ത്രം പറയാം. ആകാശമില്ലാതിരുന്നൊരു കാലമുണ്ട്, ഭൂമി ഇല്ലാതിരുന്നൊരു കാലമുണ്ട്, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് ഇല്ലാതിരുന്നൊരു കാലമില്ല. എൻ്റെ കർത്താവ് ഇല്ലാതിരുന്നൊരു കാലമില്ല. അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവനാണ്, നിത്യനാണ്. എന്നെ കോവളത്തെ ശ്രദ്ധിക്കുന്ന, ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ കേട്ടോണേ, യേശു സർവ്വത്തിനും മുൻപേ ഉള്ളവനായതുകൊണ്ട് ഞങ്ങളവനിടുന്ന പേരാണ് നിത്യനായ കർത്താവ്. നിത്യനായതുകൊണ്ടാണ് നമുക്ക് നിത്യജീവൻ തരാൻ അവന് കഴിയുന്നത്. നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അവന് കഴിയുന്നത് നമ്മളുടെ കർത്താവ് നിത്യനായതുകൊണ്ട്. അത് 17 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. 17 വാക്യത്തിൽ വേറൊരു ചിന്തയുണ്ട്, അത് ഗംഭീരമാ. സർവത്തിനും ആധാരമായ കർത്താവ്. ഓ, ക്രിസ്തു ആരാ പറഞ്ഞേ? സർവത്തിനും ആധാരം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം, നമ്മുടെ ആഹാരത്തിൻ്റെ ആധാരം, നമ്മുടെ ഭാവിയുടെ ആധാരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മമ്മിമാർ ആശങ്കപ്പെടുകയൊന്നും വേണ്ട, വെറുതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നടക്കരുത്. ദൈവമാണ് ഉദരഫലത്തെ തന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്, ഭാവിയുടെ ആധാരം. മനസ്സിലാകുന്നുണ്ടോ? മാതൃകയോട് അവരുടെ മുമ്പിൽ അങ്ങ് ജീവിച്ചോണ്ടാൽ മതി. അവരെ വെറുതെ കുറ്റപ്പെടുത്തി വേറെ കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അവരെ ഇകഴ്ത്തരുത്, അവരെ പരിഹസിക്കരുത്, പുറകെ നടന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഏതാണ്ട് കുഞ്ഞുങ്ങൾ ഏതാണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, മന്ദബുദ്ധിയാന്ന് പറഞ്ഞ് പിള്ളേരുടെ പുറകെ വഴക്കുണ്ടാക്കാൻ നടക്കരുത്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ വഹിക്കണം. അവരുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലമുറയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അവരെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. ഈ വാക്യം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കണം. ഈ വാക്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ആധാരം, എൻ്റെ ഭാവിയുടെ ആധാരം, എൻ്റെ ആരോഗ്യത്തിൻ്റെ ആധാരം. ശുശ്രൂഷകന്മാർ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവദാസന്മാരുണ്ട്? ഇനി ശുശ്രൂഷയൊക്കെ ഇനിയും ആർഷഭാരതി ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ ഒരു നയം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അവിടെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തെങ്കിലേ പറ്റുള്ളൂ, ആ നേതാക്കന്മാരുടെ കൂടെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അത് ഈ കൊലോസ്യ ലേഖനം 1:17 വാക്യത്തിൻ്റെ ലംഘനം. അതറിയാമോ? നമ്മുടെ ശുശ്രൂഷയുടെ ആധാരം കർത്താവ് തന്നെയാണ്, വേറെ ആരുടെ മെമ്പർഷിപ്പ് അല്ല നമ്മുടെ ശുശ്രൂഷയുടെ ആധാരം. ദൈവദാസന്മാർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഇന്ന പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താലേ നമ്മുടെ ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ള മണ്ടൻ ചിന്താഗതി ചുരുട്ടിയെടുത്ത് ആറ്റിലേക്ക് കളഞ്ഞിട്ട് ഏൽപ്പിച്ച ശുശ്രൂഷയോടെ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റണം. നമ്മെ കൊണ്ടത് നിർവഹിക്കുന്നത് കർത്താവ് തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് പിണക്കമൊന്നുമില്ല, അവരോടൊക്കെ നമുക്ക് ഇണക്കമാണുള്ളത്. എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഏതെങ്കിലും ഒരു താവളത്തിൽ കയറി നിന്നെങ്കിലേ അടുത്ത നടപടി ഉണ്ടാകുള്ളൂ എന്നുള്ള ചിന്താഗതി അബദ്ധമാണ്. അത് ബൈബിളീകമല്ല, അത് അപ്പോസ്തോലികമല്ല, അത് ആത്മീകമല്ല. അതിനെ ചുരുട്ടിയെടുത്ത് കളഞ്ഞിട്ട് തിരുമുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ആ ശക്തീകരണത്തിൽ മുന്നേറാൻ കഴിയണം. അത് വിശ്വസിക്കുന്ന ദൈവദാസന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഈ നാട് എൻ്റേതാണ്, ഈ മണ്ണ് എൻ്റേതാണ്, ഈ കടൽ എൻ്റേതാണ്, ഈ തീരം എൻ്റേതാ, തീരവാസികൾ എൻ്റേതാ, ഇവിടുത്തെ ജനം എൻ്റേതാണെന്നൊക്കെ അവകാശം പറയുന്ന ദുഷ്ടപിശാചുണ്ടല്ലോ. ദൈവദാസിയുടെ മുമ്പിൽ ഒരു വരച്ചിട്ടിട്ട് നീ പ്രസംഗിച്ച് ഇവിടം വരെ വന്നാൽ മതി, ഇതിനപ്പുറത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അതിർത്തി നിശ്ചയിക്കുമ്പോൾ പ്രാപിച്ച കൃപ കൊണ്ട് ആ വര മായിച്ച് മുൻപോട്ട് കയറാൻ കഴിയുന്നവരെയാ കർത്താവിന് ആവശ്യം. നിന്നെ വരയ്ക്കകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്ന, നിന്നെ വരച്ചതിനകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടതന്ത്രത്തോട് പറയണം, നീയല്ല എന്നെ വിളിച്ചത്, നീയല്ല എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, നീയല്ല എന്നെ വിളിച്ചിറക്കിയത്, ഇന്ന് വരെ നടത്തിയത് നീയല്ല. വഴിമാർ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറെന്ന് പറയാൻ. ഹല്ലേലൂയ.
നമ്മുടെ യോഗ്യതയൊന്നും നോക്കാതെ, തറവാടിത്വമൊന്നും നോക്കാതെ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവൊന്നും നോക്കാതെ മഹനീയമായ ശുശ്രൂഷ നമ്മളെ ഭാരമേൽപ്പിച്ചത് നമ്മുടെ കർത്താവല്ലേ? അത് നിവർത്തിക്കാൻ കർത്താവിന് കഴിയത്തില്ലേ? പിന്നെ ആരുടെ കൂട്ടാണ് നമുക്ക് വേണ്ടത്? വേണ്ടുന്ന ഒരേ ഒരു കൂട്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടാണ്. പിതാവാം ദൈവവുമായിട്ടുള്ള ആന്തരിക രമ്യത, പുത്രനാം ദൈവവുമായിട്ടുള്ള ആന്തരിക രമ്യത, പരിശുദ്ധാത്മാവാം ദൈവവുമായിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ ദ ഹോളി ട്രിനിറ്റിയുമായിട്ടുള്ള ആന്തരിക രമ്യത വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ മതി. ആരും നിൻ്റെ മുമ്പിൽ മതിൽ കെട്ടത്തില്ല, ആരും മതിൽ കെട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാരെല്ലാവരും ആരുമായിട്ട് സഖ്യത കൂടിയത്? അന്നാസും കയ്യഫാവും ഹേരോദാവും പീലാത്തോസുമായിട്ട് അവർക്ക് സഖ്യത ഉണ്ടായിരുന്നു? അവർക്ക് സമവായം ഉണ്ടായിരുന്നു? ഇല്ല. അവരൊന്നും കാണിക്കാത്ത സമവായത്തിന് വേണ്ടി പോകുന്നത് നിന്റെ ആപത്താന്ന് മനസ്സിലാക്കിക്കോണം. കർത്താവിൻ്റെ കൃപയിൽ മാത്രം നിൽക്കാൻ കഴിയണം. ബോധ്യമായ ദൈവദാസന്മാർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആധാരം ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? പറ. ആധാരം ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിൽ. അതാണ് കൊലോസ്യർ 1:17. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും, എല്ലാ വാക്യങ്ങളിലും താഴോട്ട് വായിക്കുമ്പോൾ 18 വാക്യം സഭയുടെ തലയാണ് ക്രിസ്തു എന്ന് പറയുന്നു. സഭയുടെ തലയാണ് ക്രിസ്തു. 19 വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയാണ് ക്രിസ്തു. 20 വാക്യം പറയുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ ചോര കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കിയത് ക്രിസ്തു. 21, 22 പറയുന്നു ദൈവത്തോട് നമ്മെ നിരപ്പിച്ച ക്രിസ്തു. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വമാണ് കേട്ടോ. അതാണ് 27 വാക്യത്തിൽ പറയുന്നത്, ഈ മഹത്വമുള്ള ക്രിസ്തു. ഹല്ലേലൂയ. ഇനി ആ ക്രിസ്തുവിൽ നമുക്ക് എന്തോ ഉണ്ടെന്നാ പറഞ്ഞേ? ഒരു പ്രത്യാശയുണ്ട്. സമയം തീരുന്നത് കൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്തുവാണ് പ്രത്യാശ എന്നറിയാമോ? അതും കൊലോസ്യ ലേഖനം തന്നെ പറയുന്നുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നോക്കിക്കേ. കൊലോസ്യ ലേഖനം 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ എന്തോ ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും റോമാ സാമ്രാജ്യം എല്ലാം കൂടെ കൊന്നു കുഴിച്ചു മൂടിയ യേശു ജീവനായി വെളിപ്പെടുമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരടക്കം ചെയ്ത യേശു ആ കല്ലറയിൽ അടങ്ങിയില്ല. മണ്ണിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല, പിശാചിന് അടച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല, കല്ലറയ്ക്ക് തുറന്നു വിടാതിരിക്കാൻ പറ്റിയില്ല, കല്ലറയ്ക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റിയില്ല. അവരാകപ്പാടെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ സകല ബന്ധഹൗസുകളെയും പൊളിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് വന്നവൻ ഇപ്പോൾ സ്വർഗത്തിൽ. പുനരാഗമിക്കുന്ന യേശുവിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അവതരിപ്പിക്കുന്ന ഒരു ഗംഭീര അക്ഷര ചിത്രമുണ്ട്. ഏതാ? 3:20 വാക്യം. 3:20. ഫിലിപ്പിയർ 3:20 പറയുന്നു, നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിൽ. അടുത്ത പ്രയോഗം, അവിടെ നിന്ന് കർത്താവ് എന്തോ ചെയ്യും? ഇറങ്ങി വരും. എവിടെ നിന്ന് ഇറങ്ങി വരും? സ്വർഗത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അതാ ഭൂമിയിൽ അടക്കം ചെയ്ത കർത്താവ് യഹൂദ മര്യാദ പ്രകാരം ഇവിടെ അടക്കം ചെയ്ത് കല്ലറയുടെ വായ്ക്കൽ കല്ല് ഉരുട്ടി വെച്ച് അവരാഹ്ലാദ ചിത്തരായി മാറിയതാ. മനസ്സിലായോ? കനത്ത കാവലും ഏർപ്പെടുത്തിയതാ. പക്ഷേ ആത്മാവിൽ ഫിലിപ്പിയ ലേഖനം 3:20 പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, കർത്താവ് എവിടെ നിന്ന് വരുമെന്ന്? പാതാളത്തിൽ നിന്ന് കയറി വരുമെന്നല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതാതെ എഴുതിയിരിക്കുന്നൊരു കാര്യം, അടക്കം ചെയ്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. ഉയർത്ത കർത്താവിനെ നാം സേവിക്കുന്നത്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇന്നായിരിക്കുന്ന കർത്താവിനെയാണ്. അവിടെ നിന്ന് കർത്താവ് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന എന്തിനാ? നമ്മളെ കണ്ട് ഹായ് പറഞ്ഞു പോകാനല്ല, കുറേ ദിവസം നമ്മുടെ കൂടെ താമസിച്ചിട്ട് പോകാനല്ല, എന്നെയും നിങ്ങളെയും അവൻ ഇരിക്കുന്ന ഇടത്ത് കൊണ്ട് ഇരുത്താനാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് മഹത്വമുള്ള കർത്താവിൽ നമുക്കുള്ള പ്രത്യാശ. കർത്താവ് വരും. എന്തിന്? എന്നെ ചേർക്കാൻ. എവിടെ കൊണ്ടുപോകാൻ? അവൻ ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അതാ പറഞ്ഞ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ എന്തോ ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ആ പ്രത്യാശ നല്ലതാ, പക്ഷേ ആ പ്രത്യാശയ്ക്ക് അനുസൃതമായി ജീവിക്കണം. ഇവിടെ ഒരു ദൈവശാസ്ത്രം പറഞ്ഞോട്ടെ. ഞാൻ ഇരിക്കുന്ന ഇടം, ആ ഇരിക്കുന്ന ഇടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടെ പറയാം. പ്രൈസ് ദി ലോർഡ്. അല്പസമയം കൂടെ ഞാൻ കടമെടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? പാസ്റ്റർ പറഞ്ഞ സമയം തീർന്നു. 5 മിനിറ്റ് ഞാൻ കടമെടുക്കുകയാണ്. ആ 5 മിനിറ്റ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും 5 മിനിറ്റ് ഞാൻ ലോൺ എടുക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്താം എന്ന് പറയുന്നത് കേൾക്കാനൊരു സുഖമുണ്ടല്ലോ അല്ലേ? നിർത്താനല്ല, അല്പസമയം കൂടെ. ഇന്ന് രാത്രിയിലെ യോഗം നീണ്ടുപോയി എന്ന് പരാതി ഉള്ളവരാരും നാളെ വരണ്ട. നാളത്തെ യോഗത്തിൽ എന്ത് ചെയ്യണ്ട?
ഓക്കെ, അല്പസമയം കൂടെ ഞാനൊരു ദൈവശാസ്ത്രത്തിൻ്റെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തെ ആത്മീക വശമെന്നറിയാമോ? നമ്മൾ ഈ ഭൂമിയിൽ എവിടെ ഇരുന്നാലും, ലോകത്ത് എവിടെ ഇരുന്നാലും, ഇനി കോവളത്ത് ഇരിപ്പ് മതിയാക്കി അങ്ങ് അമേരിക്ക പോയിരുന്നാലും അവിടെ പാപമുണ്ടച്ചാ. അവിടെ എന്തുകൊണ്ട്? പാപമുണ്ട്, അക്രമമുണ്ട്, അനീതിയുണ്ട്, കൊള്ളയുണ്ട്, കൊലപാതകമുണ്ട്, പൈശാചിക വ്യാപാരമുണ്ട്. കർത്താവ് പറഞ്ഞത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ഇടത്ത്, പാപസാന്നിധ്യമില്ലാത്ത ഇടത്ത്. നിങ്ങൾ വീണ്ടും വശീകരിക്കാൻ പാപമില്ലാത്ത ഒരിടത്ത് ഞാൻ നിങ്ങളെ കൊണ്ടിരുത്താം. അതിനകത്ത് ദൈവശാസ്ത്രം കേട്ടോണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി ഞാൻ പറയുന്നത് പഠനാർഹമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് രക്ഷയാണ്? ആത്മാവിൻ്റെ രക്ഷയാണ്. ഓക്കെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. നാളെ നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. രക്ഷയുടെ ത്രികാലങ്ങൾ പഠിച്ചോണേ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് ആത്മാവിൻ്റെ രക്ഷയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, അത് ദേഹിയുടെ രക്ഷയാണ്. നമ്മൾ ഇനി രക്ഷിക്കപ്പെടും, അതെന്തിൻ്റെ രക്ഷയാണ്? ദേഹത്തിൻ്റെ രക്ഷയാണ്, ശരീരത്തിൻ്റെ രക്ഷ. അങ്ങനെ രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. ഇനി ആ 3 കാലങ്ങൾ ദൈവശാസ്ത്രമായി ബന്ധിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. അത് സൽവേഷൻ ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ ആണ്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഏത് ശിക്ഷ? ആദാമ്യ പാപത്തിൻ്റെ ശിക്ഷയിൽ ദൈവം നമ്മളെ വിടുവിച്ചു, ആത്മാവിൽ നമ്മൾ യേശുവിനെ ഏറ്റെടുത്തപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മളിപ്പോൾ പ്രസംഗം കേട്ട് കൺവെൻഷൻ കൂടി, സഭായം കൂടി, വചനം വായിച്ച്, കാത്തിരിപ്പ്, പ്രാർത്ഥന കൂടി, വരെ ഉപവാസമൊക്കെ നടത്തി നമ്മൾ വചനത്താൽ ആത്മാവിനാൽ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്. രക്ഷയ്ക്കായി വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതേത് രക്ഷയാണ്? ദേഹിയുടെ രക്ഷയാണ്. ദേഹിയുടെ രക്ഷ പ്രാപിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? സൽവേഷൻ ഫ്രം ദ പവർ ഓഫ് സിൻ ആണ്. പഠിച്ചോണം കുഞ്ഞുങ്ങളത്, പഠിച്ചോണം, യുവതിയുവാക്കന്മാർ പഠിച്ചോണം. ആദ്യം നമുക്ക് കിട്ടിയത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തുവാണ്? പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷയാണ്. കാരണം അവസരം ഒത്തു കിട്ടുമ്പോൾ നമ്മളെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിക്കുന്ന പാപത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്ന് അതിജീവനം പ്രാപിക്കണമെങ്കിൽ ദൈവവചനം കേട്ട്, പഠിച്ച്, ആരാധിച്ച്, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പോൾ ദിനംതോറും നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്തിൽ നിന്നുള്ള രക്ഷയാണ്? പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷയാണ്. പക്ഷെ നാളെ പുനരാഗമനത്തിൽ നമുക്ക് ദേഹത്തിൻ്റെ രക്ഷ ലഭിക്കപ്പെടും. അതെന്തുവെന്നറിയാമോ? സാൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ ആണ്. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷയാണ്. പാപമില്ലാത്ത ഒരിടത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ ഏതാ? ഈ ലോകത്തിൽ നിന്ന് കർത്താവ് പാപമില്ലാത്ത ഒരിടത്തേക്ക് എന്നെ മാറ്റും. അവിടെ പിശാചില്ല, പിശാചിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അബദ്ധത്തിൽ പോലും ഞാനൊരു ദോഷം ചെയ്യാത്ത വിധം മഹത്വപൂർണ്ണമായി ഇടത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രക്ഷയുടെ ഈ 3 കാലങ്ങളെ പ്രാപിച്ചെടുത്തുകൊണ്ട് മുന്നേറാനിടയാകണം. ശ്രദ്ധിച്ചു കേട്ടു, കർത്താവ് വരുന്നത് നമ്മെ ചേർത്ത് കൊണ്ടുപോകാനാണ്. ആ പ്രത്യാശയിൽ നിന്ന് ആരും മാറിപ്പോകരുത്. പക്ഷെ കേട്ടോണം, 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് നിർത്താം. അത് പറയാതെ പോയാൽ എൻ്റെ പ്രസംഗം ഉപദേശപൂർണമാകത്തില്ല. യേശു ആരാണെന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു, ആരാധിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ യേശു ഇനി നമ്മെ ചേർക്കാൻ വരാൻ പോവുക. ആരെയാ ചേർക്കുന്നതെന്നറിയാമോ? പ്ലസ് കോവളത്തിന് വന്ന മുഴുവൻ ആളുകളെയും കർത്താവ് കൊണ്ടുപോകത്തില്ല. അങ്ങനെ നല്ല കർത്താവ് വരിക, യോഗ്യതയുള്ളവരെ കൊണ്ടുപോവുക. ആ യോഗ്യതയിൽ ഒന്നാമത്തെ എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ ആരെയാ കർത്താവ് കൊണ്ടുപോകുന്നതെന്നറിയാമോ? ആരാണോ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ക്രിസ്തുവിനോട് കൂടെയല്ല, പിന്നെ എവിടെ? ക്രിസ്തുവിൽ, നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തു മാത്രം ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവമെന്ന് വിശ്വസിച്ച് ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ച്, ശ്രദ്ധിച്ച് കേട്ടോണം പറയുന്ന 3 വാചകങ്ങൾ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരമല്ലാതെ ജീവിക്കുകയും, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കുകയും, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാനുള്ള ലോകത്തിന് വേണ്ടി പ്രതീക്ഷയോടെ വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിൽ അവർ ജീവിക്കുക, പക്ഷെ ജഡപ്രകാരമല്ല. ലോകത്തിൽ അവർ ജീവിക്കുക, ലോകപ്രകാരമല്ല. അങ്ങനെ ജീവിക്കുന്നവരാ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ കർത്താവ് വരിക. ഒന്നാമത്തെ ക്വാളിറ്റി അതാ. രണ്ടാമത്തെ ക്വാളിറ്റി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണം. എന്താ രണ്ടാമത്തെ ക്വാളിറ്റി എന്നറിയാമോ? ഈ വാക്യം ഇവിടെ 1 കൊരിന്ത്യർ 15:23 ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തിൻ്റെ വാക്യം. ക്രിസ്തുവിൽ ഉള്ളവർ. ഓക്കെ, ക്രിസ്തുവിൽ ഉള്ളവർ. 1 കൊരിന്ത്യർ 15:23, 1 കൊരിന്ത്യർ
കൊരിന്ത്യർ 15:52 വാക്യങ്ങളൊക്കെ നാം ക്രിസ്തുവിൽ ആണെങ്കിൽ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധ്യമാണ്. അപ്പം മഹത്വമുള്ള കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശ, കർത്താവ് വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? എടുക്കപ്പെടും. ഇനി എടുക്കപ്പെടാനുള്ള രണ്ടാമത്തെ യോഗ്യത പറയാം. ബ്ലസ് കോവളത്തിന് വന്നിട്ട് അത് കേൾക്കാതെ പോയി എന്നാരും പരാതിപ്പെടരുത്. അതെന്താ കേൾപ്പിക്കാഞ്ഞെന്ന് കർത്താവ് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ കുറ്റവാളികളാകാതിരിക്കേണ്ടതിന് സകല സംഘാടകരുടെയും കൂടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സമാപന ദിവസം കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെന്നുണ്ടെങ്കിൽ റോമർ 6:5 വന്നേ പറ്റുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. പുനരാഗമനത്തിൻ്റെ യോഗ്യതകളിൽ ഏറ്റവും കമ്പും കഴമ്പുമുള്ള കാതലായൊരു വാക്യമാണ് റോമർ 6:5. എന്താ അവിടെ വായിക്കുന്നതെന്നറിയാമോ? അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ഹല്ലേലൂയ. ആ വാക്യം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര മഹത്വരമായ ഉപദേശ വസ്തുതകളുള്ള, ഉപദേശ വിശകലനമുള്ളൊരു വാക്യമാണെന്നറിയാമോ? അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, ബാക്കി പറ, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യും? ഏകീഭവിക്കും. അങ്ങനെയാണെങ്കിൽ പറ, കോവളം പറ, അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്ന കർമ്മം എന്തുവാണെന്നറിയാമോ? സ്നാനമാണ്. സ്നാനമാണ്. യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ആ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം ഞാൻ വെള്ളത്തിൽ ഏറ്റുകൊള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ യേശുവിനെ സാക്ഷിക്കുന്നു. അഭിഷക്തൻ്റെ കൈക്കീഴിൽ ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നു. വെള്ളം എൻ്റെ മേൽ തളിച്ചാൽ മാത്രം പോരാ. യേശു കാണിച്ച മാതൃക പ്രകാരം യോർദാനിലവൻ മുഴുകൽ സ്നാനമേറ്റതുപോലെ ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നു. എൻ്റെ മരണത്തിന് വേണ്ടി എനിക്ക് പകരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ് സ്നാനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അല്ലാതെ വേറെ ഒരു നടപടിയില്ല. ആ വാക്യത്തിൻ്റെ ഗൗരവം നോക്കിക്കോ. അങ്ങനെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചാൽ, ബാക്കി പറ, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യും? ഏകീഭവിക്കും. അങ്ങനെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യത്തില്ല? പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കത്തില്ല. ഉപദേശം മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്കൾ നിൽക്കുന്ന സഭയേതാ, കൂട്ടമേതാ, കൂട്ടായ്മയേതാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇത്രയും നാൾ കഴിച്ച ക്രൈസ്തവ ജീവിതം പുനരാഗമനത്തിൽ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയല്ല. അത് കാരണമായി ഭവിക്കും. അത് വരാതിരിക്കേണ്ടതിന് യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം ജലത്തിൽ യേശുവിനെ സാക്ഷീകരിക്കാൻ താല്പര്യപ്പെട്ടേ പറ്റൂ. എങ്കിലേ പുനരാഗമനത്തിൽ കർത്താവിനോടൊപ്പം സമാഗമിക്കുകയുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി സ്നാനപ്പെട്ട മാത്രം മതിയോ? പോരാ. ഈ സ്നാനപ്പെട്ട് മുങ്ങിപ്പൊങ്ങി ജീവന്റെ പുതുക്കത്തിലേക്ക് ഉയർന്നു വന്ന ശരീരത്തെ വിശുദ്ധിയിൽ കാക്കണം. അതാ 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യം. 1 കൊരിന്ത്യർ 6:13-14. ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ. എന്നാൽ ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്തോ ചെയ്യും? ഉയർപ്പിക്കും. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടിട്ട് എങ്ങനെങ്കിലും ജീവിച്ച പോരാ. ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ വിശുദ്ധമായി ഇതിനെ കാക്കാൻ കഴിയണം. ആവശ്യമില്ലാത്തതെങ്ങും പോയി മുട്ടിത്തട്ടി ചാരി ഉരുമി ഒരഞ്ഞ് കഴിച്ച് കുടിച്ച് വല്ലവരോടും കൂടെ എങ്ങനെങ്കിലുമൊക്കെ ആയിപ്പോയാൽ നിയമവിരുദ്ധ ലൈംഗികത അടക്കമുള്ള ദോഷങ്ങൾക്ക് ശരീരം വിട്ടുകൊടുത്താൽ ആ ശരീരം കാഹളനാളിൽ പൊങ്ങി വരത്തില്ല. ഉപദേശം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷ ചറപറ പറയുന്നതല്ല. പാട്ടുപാടുമ്പം അതിനനുസരിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതൊന്നുമല്ല ദൈവത്തിന് കാര്യം. മറ്റുള്ളവർക്ക് അതൊക്കെ വലിയ ഇമ്പമായി തോന്നാം. അയ്യോ, ഒരു ആരാധന കണ്ടോ, എൻ്റെ ദൈവമേ എന്നെ ലജ്ജയില്ലാതെ ആരാധിക്കുന്ന കണ്ടോ എന്നൊക്കെ പലർക്കും പറയാൻ പറ്റും. പക്ഷേ കർത്താവിന് നിൻ്റെ ഉള്ളമറിയാം. നീ എവിടുന്ന വന്നേ, എങ്ങനെ വന്നേ, ആരുടെ കൂടെ വന്നേ, എങ്ങനെ ജീവിക്കുന്നേ, രാത്രി എങ്ങനെ, പകലെങ്ങനെ എന്നൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഇടവഴിയിൽ എങ്ങനെ, പെരുവഴിയിൽ എങ്ങനെ, കവലയിൽ ഇറങ്ങും
ഇറങ്ങുമ്പോഴെങ്ങനെ, നാട്ടുകവലയിൽ എങ്ങനെ, വീട്ടിലെങ്ങനെ, ഭർത്താവ് എന്ന നിലയിൽ എങ്ങനെ, ഭാര്യ എന്ന നിലയിൽ എങ്ങനെ, അമ്മ എന്ന നിലയിൽ എങ്ങനെയാ, മകളെന്ന നിലയിൽ എങ്ങനെ, മരുമകളെന്ന നിലയിൽ എങ്ങനെ മനോഭാവം എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. ആ നാൽപ്പനുസരിച്ച് കർത്താവ് നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നത്. രഹസ്യ ജീവിതത്തിൻ്റെ മേഖലകളിലൊന്നും അശുദ്ധിയില്ലെന്ന് കർത്താവിന് ഉറപ്പ് വന്നാൽ നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കും. ഈ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുത്താൽ, ദുർമാർഗത്തിന് വിട്ടുകൊടുത്താൽ, ദുർനടപ്പിന് വിട്ടുകൊടുത്താൽ, അവിഹിത ബന്ധങ്ങൾക്ക് വിട്ടുകൊടുത്താൽ, അനാശാസ്യങ്ങൾക്ക് വിട്ടുകൊടുത്താൽ ശരീരം കൊണ്ട് ചെയ്യുന്നതൊന്നും ആത്മാവിനെ ബാധിക്കത്തില്ലെന്ന പുതിയ ദുരുപദേശത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് വിശുദ്ധമായി യേശു കുറ്റമില്ലാത്ത രക്തം കൊണ്ട് കഴുകിയ നമ്മുടെ ശരീരത്തെ കുറ്റത്തിന് വിട്ടുകൊടുത്താൽ കാഹളനാളിൽ നീ കൈവിടപ്പെട്ടു പോകും. അത് വരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി സ്നാനാനന്തര ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തലത്തിലേക്ക് ചുവട് വെച്ചെങ്കിലേ പറ്റുള്ളൂ. ഈ യോഗ്യതയുള്ളവരാണ് ഉയർക്കുന്നത്. അതാ നമ്മുടെ പ്രത്യാശ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഇന്ന് രാത്രി? മഹത്വമുള്ള നമ്മുടെ കർത്താവിൽ ഉള്ള നമ്മുടെ പ്രത്യാശ, അതിൻ്റെ യോഗ്യതയോടെ നിലനിർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മെ ആകപ്പാടെ ഉലച്ച് വല്ലാതെ കർത്താവിൽ നിന്ന് അകറ്റരുത്. നമുക്ക് വേണ്ടി സകലതും നിർവഹിപ്പാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, നിർത്തട്ടെ. അനുവദിച്ച സമയം അതിൽ കൂടുതലായിട്ടുണ്ട്. സമാപന രാത്രി ആയതുകൊണ്ട് ഒരുപക്ഷെ അല്പസമയം കൂടെ നിങ്ങൾ ക്ഷമിച്ചതായിരിക്കാം. ഇനി ഞാൻ നീട്ടുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അകത്ത് വസിപ്പിക്കുവാൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും ആരാധന നേരത്ത് മാത്രമല്ല ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിനെ അകത്ത് വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ആ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ചാടി ഒന്ന് എഴുന്നേറ്റാട്ടെ. വേഗം എഴുന്നേക്ക്. പുസ്തകവും ബാഗും എല്ലാം പേനയൊക്കെ മാറ്റിയൊന്ന് വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിർത്തിയത് പോകാനുള്ള സൗകര്യത്തിനല്ല. മോനിപ്പോൾ ഒരു പാട്ടുപാടും. ആ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയണം. പാട്ടുകാരെ സജ്ജമാകട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. ബാലുപാസ് തൻ്റെ ടീമും കൂടെ ഒരുമിച്ച് ആത്മഭാരത്തോടെ നടത്തിയ യോഗത്തിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഉപദേശ വിഷയങ്ങൾ വളരെ വ്യക്തമായി കേട്ടു. ചരിത്രം മാറ്റാൻ കഴിയുന്ന കർത്താവിനെ, സ്ഥിതി മാറ്റാൻ കഴിയുന്ന കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെന്ന പ്രതീക്ഷയോടാണ് ഇവിടെ നിൽക്കുക. സ്നാനം അതിനൊരു പ്രധാന യോഗ്യതയാണെന്നും മാനസാന്തരം അതിനൊരു പ്രധാന യോഗ്യതയാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടവരായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ചോദ്യം പ്രസക്തമാണ്. ആ കർത്താവിനോടൊപ്പം കൂടാൻ ഇത്ര മഹത്വമുള്ളൊരു കർത്താവ് എൻ്റെ രക്ഷിതാവാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് തീരുമാനമെടുക്കുന്നവരെ കരങ്ങളൊന്ന് ഉയർത്തിക്കൂ. പണ്ട് മുതലേ യേശുവിൻ്റെ കൂടെയുള്ളവരെ അല്ല ഞാൻ ക്ഷണിക്കുന്നത്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ യേശുവിനെ എനിക്ക് വേണം. കരങ്ങൾ ഉയർത്തിയവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവുമായിട്ട് ഒരുമിച്ചുള്ള സഖ്യതയും ബാന്ധവവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. കരങ്ങളെ താഴ്ത്തിയിട. ഇനി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കേൾക്കണേ. സ്നാനപ്പെടാത്ത ശരീരം ഉയർക്കത്തില്ല, പുനരുദ്ധാനം പ്രാപിക്കത്തില്ല. യേശു കാണിച്ച മാതൃക പ്രകാരം, അപ്പോസ്തലന്മാർ ചെയ്ത രീതിയും പ്രകാരം, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതിൻ പ്രകാരം സ്നാനം ഒരു അനിവാര്യ ഘടകമാ പുനരുദ്ധാനത്തിനെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കി. ദൈവദാസനെ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി തീരുമാനമെടുക്കുന്നു. അടുത്ത എപ്പോഴെങ്കിലും ഒരു സ്നാനം ക്രമീകരിച്ചാൽ ഞാനതിൽ പങ്കാളിയാകും. ആര് വിലക്കിയാലും ആരെതിർത്താലും എൻ്റെ കർത്താവിൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനും ഇനി കർത്താവ് പുനരാഗമിക്കുന്ന നാളിൽ അവനോടൊപ്പം പുനരുദ്ധാനം പ്രാപിക്കാനും ഇത് യോഗ്യതയാണെന്നുള്ള വസ്തുത ഞാൻ തിരിച്ചറിയുന്നു. അതെനിക്ക് ആവശ്യമാണെന്ന് ഞാൻ ബോധ്യമായി. അതുകൊണ്ട് ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളെ മുക്കുന്നെന്നല്ല ഈ പറഞ്ഞ എൻ്റെ അർത്ഥം. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാനതിന് തയ്യാറാണ് എന്ന് ഉറപ്പുള്ളവരെ കരമൊന്ന് ഉയർത്തിക്കേ. ദൈവത്തെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, ദൈവനാമത്തെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഉയരുന്ന കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങും ഇങ്ങുമൊക്കെ കരങ്ങൾ ഉയരുന്നുണ്ട്. ആർക്കാണ് താല്പര്യം? സഹോദരന്മാരുടെ ഭാഗത്ത്, കുഞ്ഞുങ്ങളുടെ ഭാഗത്ത്, പ്രിയ സഹോദരിയൊക്കെ ഞാൻ കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തിയിടാം. പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ബ്ലസ് കോവളം പ്രാർത്ഥിക്കും. ഇനി പ്രാർത്ഥിക്കുന്ന ദൈവദാസ
ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്ലസ് കോവളം ഒട്ടനവധി യോഗ പരമ്പരകൾ നടത്തുന്നവർ, ഈ കൺവെൻഷനിൽ വന്നു ചേർന്ന എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നവർ, കരങ്ങൾ ഉയർത്തി നിങ്ങൾ അകന്നകന്ന് പോകരുത്. ഇതിൻ്റെ സംഘാടകരുമായി നിങ്ങൾ നന്നായി കൂട്ടായ്മ ബന്ധം പുലർത്തണം. പള്ളി വിട്ട് പോരണമെന്നൊന്നുമല്ല പറയുക. സ്നാനമെന്ന് പറയുന്ന ഉപദേശത്തെ സ്വീകരിക്കേണ്ടതിൻ്റെ നടപടി എന്താണെന്ന് അവരോട് ചോദിക്കണം. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ആത്മീക ദർശനം, അപ്പോസ്തലിക ഉപദേശത്തിൽ പ്രാവീണ്യമുള്ളവരാണ് അവരെല്ലാവരും, പാസ്റ്റർ ബാലു അടക്കമുള്ളവരെല്ലാവരും. അതുകൊണ്ട് അവരുമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങൾ വിട്ടുകളയരുത്. ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ, അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ തന്നെ നിങ്ങളെ ജലത്തിൽ മുഴുകൽ സ്നാനം ഏൽപ്പിക്കേണ്ടതിന്, ജീവന്റെ പുതുക്കത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരേണ്ടതിന് കർത്താവ് അവസരങ്ങളെ നൽകിത്തരും. ആ കരമുയർത്തിയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ഉൾത്തടത്തിൽ ദൈവം കൊടുക്കേണ്ടതിന്, കർത്താവ് അവരുടെ ഉള്ളത്തോട് ഇടപെടേണ്ടതിന്, അവരുടെ തീരുമാനത്തിൽ നിന്ന് അവർ വഴുതി മാറാതെ നിൽക്കേണ്ടതിന് അവകാശം പറഞ്ഞ ദൈവമക്കൾ ഒരു നിമിഷം ആ കരഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവെ, കരങ്ങൾ ഉയർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാനസാന്തരത്തിന് വേണ്ടി, സ്നാനത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ഹല്ലേലൂയ സന്ദർശനം അനുഭവിക്കേണ്ടതിന്, ഉപദേശപരമായി തിരിച്ചറിവുണ്ടാകേണ്ടതിന്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞങ്ങളവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കൃപ. ബ്ലസ് കോവളത്തിനൊരു വലിയ വിളവെടുപ്പ് ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. ഒരു വലിയ കൊയ്ത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതിന് സംഘാടകർ ദേശത്തുടനീളം നടന്ന് നിരവധി വ്യക്തികളെ ആദായപ്പെടുത്തുവാൻ, സഭയ്ക്ക് വിശാലത ഉണ്ടാകാൻ, ഇതിനുവേണ്ടി ചെലവഴിച്ച നയാ പൈസകൾ, ഇതിനുവേണ്ടി ഒഴുക്കിയ വിയർപ്പ് കാണികകൾ, ഇതിനുവേണ്ടി ദൈവദാസന്മാർ ഉറക്കളച്ചതൊക്കെ ദേശത്ത് ആത്മാക്കളായി പരിണമിക്കട്ടെ. അവിടെ അങ്ങനെ ചെയ്യുന്ന ദൈവമകൾ സ്തോത്രം. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. മഹത്വമുള്ള കർത്താവ്, ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിലാണ്. ആ പ്രത്യാശ കൂടുതൽ കൂടുതൽ പൂവണിഞ്ഞ് അങ്ങയുടെ പുനരാഗമനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കണം. ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായി ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷക വൃന്ദങ്ങളായി ദൈവദാസന്മാരെ, ദൈവദാസിമാരെ അനുഗ്രഹിക്കണമേ. ദേശത്ത് നിന്നുള്ള പോരുകൾ, പോരാട്ടങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. സകല അന്ധകാര വ്യാപാരങ്ങൾക്കും മീതെയുള്ള കർത്താവ്, സകല ആധിപത്യ വ്യവസ്ഥിതികൾക്കും മീതെ പ്രവർത്തിക്കുന്ന കർത്താവ്, അവകാശം പറയുന്ന ദുഷ്ടശക്തിയെ ഇന്ന് രാത്രി പരാജയപ്പെടുത്തിയ കർത്താവ്, ചില രോഗബന്ധനങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയ കർത്താവ്, അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. കൃപ കൂടെ ഇരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും. നീതി സൂര്യൻ വരുമ്പോൾ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചു തന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചു തന്നെ താൻ. കൂടവയിരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവയിരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയമെന്നെയും. എൻ പ്രിയ രക്ഷകൻ, എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ രാജ്യം കണ്ട് നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി. ആർപ്പോൾ നിന്നെ ഘോഷിക്കും, ആർപ്പോടു നിന്നെ ഘോഷിക്കും. ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും. ഈ സിയോൻ യാത്ര മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരു. ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധരിക്ക്. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധരിക്ക്. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും